السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العلي العظيم. أن رجلا سأل النبي صلى الله عليه وسلم عن الساعة فقال متى الساعة؟ قال وماذا أعددت لها؟ قال لا شيء إلا أني أحب الله ورسوله صلى الله عليه وسلم. فقال أنت مع من أحببت. صدق رسول الله صلى الله عليه وسلم. أنت الذي لما رفعت إلى السماء بك قد سمت وتزينت لصراك. أنت الذي ناداك ربك مرحبا ولقد دعاك لقربه وحباك. أنت الذي فينا سألت شفاعة ناداك ربك لم تكن لسواك.
أنت الذي لما توسل آدم من زلة بك فاز وهو أباك وبك الخليل دعا فعادت ناره بصفات حسنك مادحا لعلاك والأنبياء وكل خلق في الورى والرسل والأملاك تحت لواك واعلموا أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ ഈ ജമാഅത്തിൽ പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ പ്രകാശമാകുന്ന ഇൽമിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുവന്യരായ മുദരിസ് ഉസ്താദ് സുബൈർ മദനി ഉസ്താദ്, അതുപോലെ ഈ വേദിയെ ഇന്ന് സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് സഹദി ഉസ്താദ്, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, ഈ ജമാഅത്തിന്റെ പ്രഗത്ഭരായ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള നേതാക്കളെ, ഭാരവാഹികൾ, ബഹുമാനമുള്ള ദഫ് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള നേതാക്കളെ, ഭാരവാഹികളെ, പ്രവർത്തകന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുവന്യരായ മുഅ്മിനുകളെ, സഹോദരിമാരെ, ഉമ്മമാരെ, എൻ്റെ സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഇൽമിന്റെ സദസ്സ് അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, ഓടി നടന്നവർ, സാമ്പത്തികമായും ശാരീരികമായും ഇതിന്റെ കൂടെ നിന്നവർ, അവർക്കൊക്കെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഇസ്സത്തും അന്തസ്സും നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവർക്ക് നിഅമത്ത് നൽകട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഈ റജബ് 1 മരണപ്പെട്ടുപോയ ഈ നാട്ടിൽ എല്ലാവർക്കും പരിചിതരായ ബദറുദ്ദീൻ കുട്ടി എന്ന് അറിയപ്പെടുന്നവർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത എല്ലാ നന്മകൾ അല്ലാഹു കബൂലാക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ല തിന്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ഈ റാത്തീബ്, ഇവിടെ നടന്നു പോകുന്ന റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ വലിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ച ചെയ്യട്ടെ. ബഹുമാനമുള്ളവരെ, ഹലാവത്തുൽ ഈമാൻ ദഫ് കമ്മിറ്റി നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈമാനിന്റെ മാധുര്യം സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദ് പറഞ്ഞു, ഹിജ്റ 139 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഹിജ്റ 139, അതായത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ഇന്ന് വിശ്വസിച്ചു പോരുന്നതായ, നമ്മൾ ഏത് കാര്യവും ചെയ്യണമെങ്കിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടാണ്. എല്ലാ അമലുകളും, നിസ്കാരവും, നോമ്പും, ഹജ്ജും, ഉംറയും, സകാത്തും, സ്വദഖയും, മറ്റുള്ള ഒക്കെ അമലുകളൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനത്തിന് ഏകദേശം 11 കൊല്ലം മുമ്പേ ഇവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നെ വല്ലാതെ അങ്ങ് കൗതുകപ്പെടുത്തി. അതിലേറെ സന്തോഷമുണ്ടായത് ഈ നാട്ടിൽ ദർസുണ്ട് എന്ന് പറയുന്നത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെയുള്ള ദർസ് അള്ളാഹു നിലനിർത്തട്ടെ.
ദർസിനെ സഹായിക്കുന്നവർ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കട്ടെ. ഇൽമിന്റെ അഹലുകാരാകുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റിസ്ഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. ഈമാൻ എന്ന് പറയുന്നത്, അല്ലാഹുവിനോടുള്ളതായ വിശ്വാസം എന്ന് പറയുന്നത്, അത് നമ്മൾ ആഗ്രഹിച്ചിട്ടോ അതല്ലാതെയോ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ ആ വിഭാഗത്തിൽ അല്ലാഹു പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഈമാൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കാം. അശ്രദ്ധ എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ഗഫലത്ത് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ അശ്രദ്ധയിൽ ഉള്ളവരെ ഉണർത്താൻ വേണ്ടി അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ വേണ്ടി മാത്രം അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ധാരാളം ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. മഹത്തുക്കളാകുന്ന ഇമാമീങ്ങൾ അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ വേണ്ടി ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ റോഡിന്റെ രണ്ട് ഭാഗത്തും ചിലപ്പോൾ സൈനുകൾ ഉണ്ടാകും. ഇവിടെ ഹമ്പുണ്ട്, ഇവിടെ വലിയ ടർണുണ്ട്, ഇന്ന സ്ഥലത്ത് ഹോസ്പിറ്റലുണ്ട്, ഇന്ന സ്ഥലത്ത് സ്കൂളുണ്ട്. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഈ റോഡിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ. ഇങ്ങനെ നമ്മളെ ഉണർത്താൻ വേണ്ടി പലയിടത്തും പല സിഗ്നലുകൾ ഉണ്ടാകും. റോഡിൽ മാത്രമല്ല, പലയിടത്തും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വൈദ്യകീയ ശാസ്ത്രജ്ഞന്മാർ പല നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്, അശ്രദ്ധയിലാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് വലിയ നഷ്ടം ഒരുപക്ഷെ നമുക്ക് സംഭവിച്ചേക്കാം. ഒരു വൈദ്യന്റെ അശ്രദ്ധ കൊണ്ട് ഒരു രോഗി അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഒരു വൈദ്യന്റെ അശ്രദ്ധ കൊണ്ട് രോഗിയുടെ ജീവൻ തന്നെ ചിലപ്പോൾ പോയേക്കാം. ഒരു അധ്യാപകന്റെ അശ്രദ്ധ കൊണ്ട് അധ്യാപകന്റെ മുന്നിലിരുന്ന് പഠിക്കുന്നതായ വിദ്യാർത്ഥിയുടെ ഭാവി ജീവിതം നഷ്ടത്തിലായേക്കാം. ഒരു ഡ്രൈവറിന്റെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നൂറുകണക്കിലുള്ള ജനങ്ങളുടെ മരണത്തിനത് കാരണമായേക്കാം. ഒരു പ്രഭാഷകന്റെ അശ്രദ്ധ കൊണ്ട് ഒരു സമൂഹം തന്നെ വഴികേടിലായി പോയേക്കാം. ഇങ്ങനെ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതായ അശ്രദ്ധ കൊണ്ട് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പോലെ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചില അശ്രദ്ധകൾ കൊണ്ട് നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുന്നു. മാത്രമല്ല, ചില ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആഖിറം ഒരിക്കലും വിജയിക്കൂലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ വേണ്ടിയാണ് ഇതുപോലെയുള്ളതായ ഇൽമിന്റെ സദസ്സുകൾ. ഇമാമീങ്ങൾ അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ വേണ്ടി കിതാബുകൾ രചിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രസിദ്ധമായ എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അറിയാവുന്നതായ പലരും പല ആവശ്യത്തിന് വേണ്ടി നോക്കുന്നതായ ഒരു ഗ്രന്ഥമാണ് തംബീഹുൽ ഗാഫിലീൻ. അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ വേണ്ടി ഇമാം അബുൽ ലൈത്ത് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉണ്ടാക്കിയ ഗ്രന്ഥം തംബീഹുൽ ഗാഫിലീൻ. അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ. അപ്പൊ അശ്രദ്ധയിലുള്ളവരെ ഉണർത്താൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആനിലും ഹദീസുകളിലും ഇമാമീങ്ങളൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടെങ്കിൽ മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ അവരുടെ ജീവിതത്തിലൂടെ അവർ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്താറുണ്ട്. മഹാന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ. ആ സ്വാലിഹീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. പലയിടത്തും പല നാടുകളിലും മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ മരണത്തിന് ശേഷം അവരുടെ മയ്യിത്ത് ജനാസ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യപ്പെടണമെന്ന പേരിൽ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കാലത്തും സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരൊക്കെ അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ നമ്മുടെ നാട്ടിൽ ഖബറടക്കപ്പെടണമെന്ന പേരിൽ വലിയ ചർച്ചകളും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചില പ്രവാചകന്മാർക്ക് മരണം സംഭവിച്ച സമയത്ത്, വഫാത്ത് സംഭവിച്ച നേരത്ത് ആ പ്രവാചകൻ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യപ്പെടണമെന്നതിന്റെ പേരിൽ യുദ്ധം തന്നെ നടന്നുപോകുന്നവർ അന്തരീക്ഷമൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം.
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്ത് സംഭവിച്ച സമയത്ത് ബനു ഇസ്രായേലിൽ വലിയ തർക്കം വന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യാൻ. എന്തിനു വേണ്ടിയാണ്? സ്വാലിഹീങ്ങൾ അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വലിയ ബർക്കത്തും. ഇത് നമ്മുടെ വിഷയം തന്നെ അതാണ്, മഹത്തുക്കളുടെ പാത. സ്വാലിഹാവുക, മഹാന്മാരുടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ദിവസത്തിൽ നിർബന്ധമായും 17 പ്രാവശ്യം നമ്മൾ എല്ലാവരും പറയുന്നതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചവനെ നേരായ ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണേ അല്ലാഹ്, സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് നിർബന്ധമായും 17 പ്രാവശ്യം നമ്മൾ പറയും. നിർബന്ധത്തിന് പുറമേ ധാരാളം പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. പടച്ചവനെ നീ അനുഗ്രഹിച്ചതായ മഹത്തുക്കൾ അവർ നടന്നുപോയതായ വഴി, ആ വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അത് മാത്രമല്ല ഞങ്ങളെ ആ വഴിയിലേക്ക് തന്നെ നീ ചേർക്കണേ. നമ്മുടെ ഏത് സമയത്തും വുദൂ എടുത്താൽ ആ വുദൂവിന്റെ ശേഷമുള്ള ദുആയുണ്ട്. 2 ഷഹാദത്തും പറഞ്ഞതിന്റെ പിറകെ നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യും. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പോലും ഒരു പ്രവാചക പാരമ്പര്യമുള്ളതായ വാപ്പയും വാപ്പാന്റെ വാപ്പയും അവരുടെ വാപ്പയും പ്രവാചകന്മാരായിരുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ബനു ഇസ്രായേലിൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ബനു ഇസ്രായേൽ എന്ന് നമ്മൾ പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനമാണ്. നമ്മൾ പറയുന്നതായ ബനു ഇസ്രായേലികൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്. ആ നബി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ബനു ഇസ്രായേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ പരിശുദ്ധ ഖുർആനിൽ പോലും പേര് പറയപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അതിൽപ്പെട്ടവരാണല്ലോ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകമായ ഒരു ദുആയാണ് തവഫനി മുസ്ലിമാ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും എന്നെ സ്വാലിഹീങ്ങളിൽ നീ ചേർക്കുകയും ചെയ്യണേ. ഒരു പ്രവാചകൻ ആ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ എന്നെ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു ധാരാളം നിഅമത്ത് കൊടുത്ത മഹാൻ. മറ്റുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകനും നൽകപ്പെടാത്തതായ തരത്തിലുള്ള മുഅ്ജിസത്തുകൾ നൽകപ്പെട്ടതായ പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകമായ ദുആ സൂറത്തുൽ നംലിൽ പറയുകയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുര നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين وأدخلني برحمتك നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഫി ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ, നിന്റെ സജ്ജനങ്ങളായ അടിമകളിൽ മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങളുടെ ആ പാദങ്ങളിൽ എന്നെയും നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദുആ. ഇങ്ങനെ ധാരാളം മഹാന്മാർ സ്വാലിഹീങ്ങളൊക്കെ മഹത്തുക്കളാകുന്ന പ്രവാചകന്മാർ പോലും സ്വാലിഹീങ്ങളിൽ പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വാലിഹീങ്ങളെ അവരുടെ പാദം പിൻപറ്റുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്. അങ്ങനെയുള്ള മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾ അവർ നടന്നുപോയ വഴി, ആ വഴിയിൽ പോലും വലിയ ബർക്കത്താണ്. ലോകത്തുള്ള നൂറുകണക്കിലുള്ള ആയിരക്കണക്കിലുള്ള ലക്ഷക്കണക്കിലുള്ള മനുഷ്യന്മാർ ഇന്ന് ഹജ്ജിന് വേണ്ടി തൽബിയത്ത് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഹജ്ജിന് വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആ വിശുദ്ധമാകുന്ന മക്കയിലുള്ളതായ കഅബാലയം, ആ കഅബാലയം ഹജ്ജും ഉംറ ചെയ്യാൻ വേണ്ടി തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ തവാഫിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ നിസ്കാരം ഏത് സ്ഥലത്ത് വെച്ചാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞതായ സ്ഥലത്ത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലത്ത് വെച്ച് തവാഫ് കഴിഞ്ഞ ഒരു മുസ്ലിമായ മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിക്കൽ പോലും സുന്നത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്തുക്കൾ കാല് വെച്ച സ്ഥലത്ത് പോലും വലിയ ബർക്കത്താണ്. എന്തിനേറെ പറയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഴിഞ്ഞ പരിശുദ്ധമായ റജബിന്റെ 27ന്റെ രാത്രിയിൽ മിഹ്റാജിന്റെ ദിവസത്ത് എല്ലാ പള്ളികളിലും മിഹ്റാജിന്റെ മൗലീദ് പാരായണം ചെയ്തിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തൊരു പ്രവാചകനുമില്ലാതെ വല്ലാത്ത ഒരു പ്രത്യേകതയാണ്. ഇലാഹായ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. അള്ളാനെ കണ്ട ഒരൊറ്റ പ്രവാചകന്മാരില്ല, അള്ളാനെ കണ്ട മലക്കുകളില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ട ഒരൊറ്റ വലിയില്ല. മഹാന്മാരാകുന്ന ഇമാമികൾ പറയുകയാണ്, ലദാതുഹു അഹദു യറാഹു വലം യസിർ മൂസാ യറാബൽ ബിന്ദിഖാഖിൻ തുരിഖർ ലകി യറാഹുൽ മുസ്തഫാ ഖൈറുൽ ബശർ വലദൽ ഇമ്മതി ഖദ് അതാ ഫീഹി നദാർ. കലീമുല്ലാഹി മൂസ എന്നാണ് നമ്മൾ പറയുന്നത്. ബനൂ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹ് പറയുന്നു, നബിയേ നിങ്ങൾക്കത് സാധ്യമല്ല നബിയേ, അള്ളാഹനെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നബിയേ. മൂസാ നബി പ്രാർത്ഥിക്കുന്നു, പടച്ചവനേ നിന്നെ കാണാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ അല്ലാ. നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടാണ് റബ്ബേ. തൂരിസിന്റെ വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കാൻ പറയുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ പർവ്വതത്തിന്റെ മുകളിലൊന്ന് നോക്കൂ നബിയേ. അല്ലാഹുവിന്റെ നൂറ് തജല്ലിയാകുന്ന സമയത്തുണ്ടല്ലോ, ആ പർവ്വതത്തിന്റെ മുകളിലുള്ള പ്രകാശം അല്ലാഹുവിന്റെ നൂറ് അവിടെ തജല്ലിയാകുമ്പോൾ അതിനെ നോക്കി നിൽക്കാൻ നബിയെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും നബിയേ. അല്ലാഹുവിന്റെ ചെറിയ ഒരു നൂറിന്റെ ഒരു അംശം അവിടെ തജല്ലിയായപ്പോൾ മൂസാ നബി ബോധം കെട്ട് വീടുന്നു. മൂസാ നബിക്ക് ബോധം തെളിഞ്ഞപ്പോൾ മൂസാ നബി തൗബ പറയുന്നു. അല്ലാഹുവിനെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ച മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹനെ നേരിട്ട് കാണാൻ ഒരു പ്രവാചകന് പോലും കാണാൻ കഴിയുകയില്ല, ഒരൊറ്റ മലക്കിന് പോലും അല്ലാഹനെ നേരിട്ട് കാണാൻ കഴിയുകയില്ല. എന്നാൽ അല്ലാഹനെ നേരിട്ട് കാണാൻ അല്ലാഹു അനുമതി നൽകിയ നേതാവാണ് ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അല്ലാഹനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയ രാത്രിയാണല്ലോ മിഹ്റാജിന്റെ രാത്രി. ആ രാത്രിയിൽ ജിബ്രീൽ എന്ന കൂട്ടുകാരന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് 7ാമത്തെ ആകാശത്തിന്റെ വാതിലിന്റെ അരികിലെത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് മുക്കല്ലബുൽ അംലാഖ് പറയുകയാണ്, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ പറയുകയാണ്, നബിയേ ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖായ മലക്ക് ജിബ്രീൽ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിന്റെ പരം വരാൻ എനിക്ക് അനുമതമില്ല നബിയേ, ഇതിന്റെ പരം പ്രവേശിക്കാനുള്ള അനുമതി എനിക്കില്ല നബിയേ. ഹബീബായ തങ്ങളൊട്ടും ഭയക്കണ്ട നബിയേ, അല്ലാഹനെ നേരിട്ട് കാണാനുള്ള അവസരമാണ്. ഇന്നേ വരേക്കും 1,24,000 പ്രവാചകന്മാർ ലോകത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ നബിമാർ പോലും അല്ലാഹുവിനെ കണ്ടിട്ടില്ല. വഹീമായി ആ പ്രവാചകന്മാരെ സമീപിക്കുന്ന ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹനെ നേരിട്ട് കാണാനുള്ള അവസരമാണ് നബിയേ. ജിബ്രീലിന് പോലും 7ാമത്തെ ആകാശത്തിന്റെ അപ്പുറത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹനെ നേരിട്ട് കാണാൻ വേണ്ടി പോയത് എവിടെ നിന്നെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയുടെ ഹറമിൽ ഉമ്മു ആനി റളിയല്ലാഹു അൻഹായുടെ വീട്ടിന്റെ അകത്ത് കിടന്നുറങ്ങിയപ്പോൾ പരിശുദ്ധമായ മക്കയിലുള്ള ഹറമിൽ നിന്ന്, ആ മക്കയിലെ പള്ളിയിൽ നിന്ന്, ലോകത്ത് ഏറ്റവും പോരിശയുള്ളതായ പള്ളിയിൽ നിന്ന്, അതാ ഇന്നത്തെ ഫലസ്തീനിൽ നിലകൊള്ളുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ ഹബീബായ തങ്ങളെ കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അങ്ങ് പറയുകയാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്കയിലുള്ള മസ്ജിദുൽ ഹറം ഉണ്ടല്ലോ, ഈ ദുനിയാവിൽ ഏറ്റവും പോരിശയുള്ളതായ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങ് അല്ലാഹു കൊണ്ടുപോവുകയാണ്. ഏത് ബൈത്തുൽ മുഖദ്ദസ് എന്നറിയുമോ? ബൈത്തുൽ മുഖദ്ദസ് പള്ളിയെ പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തെ അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്തതായ പള്ളിയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തെ അല്ലാഹു ബറക്കത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്തു വെച്ചതായ ചുറ്റുഭാഗമുള്ളതായ ആ പള്ളിയിലേക്ക് ഹബീബായ തങ്ങളങ്ങ് ജിബ്രീൽ അങ്ങ് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിനെ കാണാൻ വേണ്ടി, നേരിട്ട് മുനാജാത്ത് ചെയ്യാൻ വേണ്ടി മിഹ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാ. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലദീ ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റുഭാഗത്തും അല്ലാഹു വലിയ ബറക്കത്തങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന മുഫസ്സിരീങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തും അല്ലാഹു ചെയ്തു വെച്ച ബറക്കത്ത് എന്താണെന്ന് പറയുകയാണ്. മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങളാകുന്ന മുഫസ്സിരീങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കന്മാരുണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തരികയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്ത് എന്തെന്നറിയോ? അവിടെ ധാരാളം സ്വാലിഹീങ്ങളുടെ മഖബറകളുണ്ട്. ധാരാളം സ്വാലിഹീങ്ങളുടെ മഖബറകളുണ്ട്. ധാരാളം സ്വാലിഹീങ്ങളുടെ മഖബറകൾ ഉള്ളതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തു കൊടുത്തു. സ്വാലിഹീങ്ങൾ കിടന്നുറങ്ങുന്ന മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങൾ കിടന്നുറങ്ങുന്നത് കൊണ്ട്, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മഹത്തുക്കൾ ആ സ്ഥലത്ത് കിടന്നുറങ്ങുന്നത് കൊണ്ട്, അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊണ്ട് ആ പള്ളിയിൽ അല്ലാഹു വലിയ ബറക്കത്ത് കൊടുത്തു. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം വഫാത്തായ സമയത്ത് ബനു ഇസ്രായേലിൽ വലിയൊരു കോലാഹലം സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം വഫാത്തായപ്പോൾ മിസ്രിൽ വലിയ ചർച്ച നടന്നു. വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി. എന്താണ് ആ പ്രശ്നം? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യാൻ. എന്തേ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യാൻ? സ്വാലിഹീങ്ങൾ കടന്ന സ്ഥലത്ത് വലിയ ബർക്കത്താണ്. മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾ കടന്ന സ്ഥലത്ത് വലിയ ബർക്കത്തുണ്ട്. അതുകൊണ്ടല്ലേ ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യൽ നിർബന്ധമാണ്. ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യിത്ത് കൊണ്ടുപോകൽ ഹറാമാണ്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യിത്തിനെ നഖൽ ചെയ്യൽ ഹറാമാണ്. പക്ഷെ നമ്മൾ ഇന്ന് കേരളത്തിൽ പലയിടത്തും സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ പിതാവ് കിടന്നുറങ്ങിയ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരൊക്കെ അവിടെയാണ് കിടന്നുറങ്ങിയത്, അദ്ദേഹത്തിന് 2 മക്കൾ അവിടെ കിടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യിത്തിനെ കൊണ്ടുപോകാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യിത്ത് നഖൽ ചെയ്യൽ ഹറാമാണ്. നമ്മളൊക്കെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് വിശ്വസിച്ചു പോരുന്നവരാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ആധികാരികമായ, ഷാഫി മദ്ഹബിൽ ഏറ്റവും ആധികാരികമായ തലപ്പത്ത് നിൽക്കുന്ന ഗ്രന്ഥമാണ് തുഹ്ഫ.
ആ തുഹഫയെ വ്യാഖ്യാനിച്ച ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പറയുന്നത് ഒരു മയ്യത്തിനെ മറ്റൊരു നാട്ടിലേക്ക് നഖല് ചെയ്യൽ ഹറാമാണ്, പാടില്ല. കറാഹത്ത് എന്ന് പറഞ്ഞവരുണ്ട്, പ്രബലം ഹറാം എന്നാണ്. ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യാൻ. അതേ സമയത്ത് നിങ്ങളൊരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കൊണ്ടുപോകുന്ന നാട്ടിൽ ധാരാളം സ്വാലിഹീങ്ങളുണ്ട്, അല്ലാഹുവിന്റെ മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൽ അതിന്റെ ബറക്കത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ മയ്യത്തിനെ കൊണ്ടുപോകുന്നത്? എന്നാൽ ഹറാമില്ല, കറാഹത്ത് പോലുമില്ല, ആ കൊണ്ടുപോക്ക് നല്ലതാണ്. എത്രമാത്രം മഹത്തുക്കളുടെ ആ ഒരു ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി നോക്കി. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുപോകൽ ഹറാമാണ്. അതേ സമയത്ത് സ്വാലിഹീങ്ങളുടെ ബറക്കത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഹറാമില്ല എന്ന് മാത്രമല്ല, ഈ കൊണ്ടുപോക്ക് വളരെ പുണ്യമുള്ള കർമ്മമാണ്. നമ്മൾ ഇന്ന് അതിന് വേണ്ടിയല്ലല്ലോ കൊണ്ടുപോകുന്നത്. നമ്മൾ കൊണ്ടുപോകുന്നത് മറ്റെന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുണ്ട്, കാക്കയുണ്ട്, അമ്മായിയുണ്ട്, അല്ലെങ്കിൽ വസിയത്ത്, അങ്ങനൊരു വസിയത്തില്ല. ഞാൻ മരിക്കുന്ന സമയത്ത് എന്നെ ഇന്ന നാട്ടിൽ മയ്യത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് വസിയത്ത് ചെയ്താൽ നിങ്ങൾ അത് പാലിക്കേണ്ടതുണ്ടോ? മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ, മരിക്കുന്നതായ വ്യക്തി വസിയത്ത് ചെയ്താൽ നടപ്പിലാക്കേണ്ടതായ വസിയത്തുകളുണ്ട്, പരിഗണിക്കപ്പെടേണ്ടതില്ലാത്തതായ വസിയത്തുകളുമുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സ്വത്തെല്ലാം ഈ മഖാമിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ വസിയത്ത് ചെയ്താൽ എൻ്റെ കുടുംബക്കാർ അതിനെ പാലിക്കും. അഥവാ അവർക്ക് ഞാൻ ചെയ്താൽ തന്നെ പാലിക്കൽ നിർബന്ധമുണ്ടോ? ഏതുമാകട്ടെ, ഒരു മയ്യത്തിനെ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകൽ പാടില്ല. അതേ സമയത്ത് സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വാലിഹീങ്ങളുടെ ബറക്കത്തിന് വേണ്ടി ആ നാട്ടിലേക്ക് കൊണ്ടുപോക്ക് നല്ലതാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായപ്പോൾ ജനങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യാൻ അവസാനം ഒരു യുദ്ധം തന്നെ സംഭവിച്ചു പോകുമെന്നൊരു തരത്തിലേക്ക് എത്തിപ്പോയി. ആ നാട്ടിലെ കാരണവന്മാർ, മുതിർന്നവർ, വലിയ വലിയ നേതാക്കൾ പറഞ്ഞു, ഇതിന്റെ പേരിൽ ഒരു ചർച്ച നടക്കാൻ പാടില്ല. യൂസുഫ് നബിയെ എവിടെ മറവ് ചെയ്യണമെന്നതിന്റെ പേരിൽ ഒരു തർക്കവും ഒരു പ്രശ്നവും ഒരു യുദ്ധം നടക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ മറവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ബറക്കത്തിന് വേണ്ടിയല്ലേ? എല്ലാ നാട്ടുകാരും യൂസുഫ് നബി അവിടെ മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ബറക്കത്തിന് വേണ്ടിയല്ലേ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ മിസ്രിൽ ഒഴുകുന്നതായ നെയിൽ പുഴയുണ്ടല്ലോ, ആ പുഴയുടെ ഒരു സ്ഥലത്ത്, നല്ല ഒഴുക്കുള്ള സ്ഥലത്ത്, അവിടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തടഞ്ഞു വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മയ്യത്തിനെ ജനാസയെ ഒരു പെട്ടിയിലാക്കിയും കൊണ്ട് ആ പുഴയുടെ അകത്ത് നമുക്ക് മറവ് ചെയ്യാം. അപ്പൊ അതിന്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. പിന്നെ നമുക്ക് വെള്ളം തടഞ്ഞു വെച്ചതിനെടുക്കാം, നീക്കാം. വെള്ളം ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകും. ആ ഒഴുകുന്നതായ വെള്ളം മിസ്ർ നാട്ടിലൂടെ എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ എല്ലാവർക്കും ആ ബർക്കത്ത് കിട്ടും. അള്ളാഹുവിന്റെ ഒരു പ്രവാചകന്റെ ഖബറിന്റെ മുകളിൽ ഒഴുകുന്നതായ വെള്ളം ഏതെല്ലാം നാട്ടുകാർക്ക്, ഏതെല്ലാം നാട്ടിലേക്ക് എത്തുന്നുണ്ട്, അവിടൊക്കെ എല്ലാവർക്കും ബർക്കത്ത് ലഭിക്കും എന്ന അടിസ്ഥാനത്തിൽ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസയുണ്ടല്ലോ, ഒരു പെട്ടിക്കകത്താക്കിയും കൊണ്ട് നൈൽ പുഴയിൽ നല്ല ഒഴുക്കുള്ള സ്ഥലത്തങ്ങ് മറവ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏകദേശം 400 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ബനൂ ഇസ്രായേലിൽ അല്ലാഹു നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. 400 കൊല്ലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ബനൂ ഇസ്രായേലിൽ അല്ലാഹു അയച്ചതായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിൽ അങ്ങ് നിയോഗിക്കപ്പെട്ടപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്, മൂസാ നബിയേ, ഈ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ നെയിൽ പുഴയുടെ അകത്തുണ്ട് നബിയേ. ആ സ്ഥലത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ പരിസരത്ത് മറവ് ചെയ്യണേ. 400 കൊല്ലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം 400 കൊല്ലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ മൂസാ നബി പുറപ്പെടുവിക്കുകയാണ്. വല്ലാത്ത സുദീർഘമായ ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറയുക,
പറയുകയാണ്, ആ വെള്ളത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ പെട്ടിക്കകത്താക്കി മറവ് ചെയ്ത മയ്യത്തുണ്ടല്ലോ, അതിനങ്ങ് പുറപ്പെടിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലെ മറവ് ചെയ്യുകയാണ്. സ്വാലിഹീങ്ങളെ കടന്നുറങ്ങുന്ന സ്ഥലത്ത് വല്ലാത്ത ബർക്കത്താണ്. ആ മഹത്തുക്കൾക്ക് അല്ലാഹു നൽകിയതായ സ്ഥാനമുണ്ടല്ലോ, ഈമാനുള്ളവര്. അവർ ഈമാനിലൂടെ അല്ലാഹു അവർക്ക് നൽകിയതായ സ്ഥാനം ഈമാനിലൂടെ സമ്പാദിച്ചതാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയിലൂടെ സമ്പാദിച്ചതാണ്. അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിച്ചതിന്റെ പേരില് അവരെ പരിശുദ്ധമായ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞുകൊണ്ട് ആ ഇസ്ലാമിന്റെ പാതയിലൂടെ അവർ സഞ്ചരിച്ചതിന്റെ പേരില് അല്ലാഹ് അവർക്ക് നൽകിയതായ സ്ഥാനമാണ്. ആരുടെ പേരിലാ നിങ്ങൾ വഅദ് സംഘടിപ്പിച്ചത്? ആരുടെ പേരിലാണ് ഇവിടെ റാത്തീബ് നടത്തി പോരുന്നത്? ഹലാബത്തുൽ ഈമാൻ എന്ന് പേരിട്ടുകൊണ്ട് സംഘടന നിർമ്മിച്ചുകൊണ്ട് ആയിരങ്ങളും ലക്ഷങ്ങളും ഇവിടെ നിങ്ങളെ സ്വരൂപിച്ചുകൊണ്ട് ആരുടെ പേരിലാണ് റാത്തീബ് കഴിച്ചു പോരുന്നത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ബാദ്ശാ തങ്ങൾ പറഞ്ഞല്ലോ, അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് പറഞ്ഞല്ലോ, അവർക്കുള്ളതായ കാരുണ്യം അല്ലാഹു പറഞ്ഞില്ലേ? കുഷ്ഠരോഗം ബാധിച്ച നായക്ക് വേണ്ടി, കുഷ്ഠരോഗം ബാധിച്ച നായക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. എന്റെ ഈമാനുള്ള പെങ്ങളെ, ഈ മുന്നിപ്പാടിലെ എന്റെ വാത് കേൾക്കാമെന്ന ഈമാനുള്ള സഹോദരിമാരെ, എന്റെ ഈമാനുള്ള മഹത്തുക്കളാകുന്ന മുഅ്മിനീങ്ങളെ, ഒരു നായക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഫഖീറനല്ല, അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവനല്ല, അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട യതീമായ കുഞ്ഞിക്ക് വേണ്ടിയല്ല, ഐന നജസായ മുഗദ്ദലായ നജസായ തൊട്ടാൽ 7 പ്രാവശ്യം കടുകൽ നിർബന്ധമുള്ളതായ നായയുണ്ടല്ലോ, ആ നായക്ക് വേണ്ടി 40 ദിവസം കഷ്ടപ്പെടുന്നു. ആ സ്വാലിഹീങ്ങളാ നമുക്ക് മാതൃകമാകേണ്ടത്. എന്തിനു വേണ്ടിയാണ് എന്റെ ഈമാനുള്ളവരെ, എന്തിനു വേണ്ടിയാണ് നായക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടത്? അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഈ ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറയുകയാ, സ്വഹാബ നിങ്ങൾ കരുണയുള്ളവരാകണേ, സ്വഹാബ നിങ്ങൾ കരുണ കാണിക്കുന്നവരാകണേ. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. ആരാണോ കരുണയുള്ളവര്, ആരാണോ കൃപയുള്ളവര്, ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി കാരുണ്യം കാണിക്കുന്നവര്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാരോ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് സ്വഹാബ. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിലുള്ളവരോട് കരുണ കാണിക്കണേ സ്വഹാബ. ഇർഹമൂ മൻ ഫിൽ അർദ്, ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ സ്വഹാബ. ഈ ഭൂമിയിലുള്ള ജീവിയാണല്ലോ നായ എന്ന് പറയുന്നത്. എന്റെ ഈമാനുള്ളവരെ, നായയോട് കരുണ കാണിച്ച മഹാന്മാരാ. നായയോട് കരുണ കാണിച്ചതിന്റെ പേരില് ബനൂ ഇസ്രായീലിൽപ്പെട്ട വ്യഭിചാരിണിയായ സ്ത്രീക്ക് പോലും അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈമാനുള്ള മുന്നിപ്പാടിയിലെ മുസ്ലിമീങ്ങളെ, തൊട്ടാല് കടുകല 7 പ്രാവശ്യം നിർബന്ധമുള്ള നായയല്ല നമ്മൾ കരുണ കാണിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ നാടുകളിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ അയൽവാസികളിലെ വാപ്പയില്ലാത്ത യതീമീങ്ങളുണ്ട്, ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, ആഴ്ചക്ക് 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യപ്പെടുന്നതായ കിഡ്നി രോഗികളുണ്ട്, ചികിത്സിക്കാൻ പോലും പണമില്ലാതെ അവർക്ക് അല്ലാഹു കൊടുത്ത രോഗത്തിനെ ഒന്ന് ചികിത്സിക്കാൻ പോലും സാമ്പത്തിക ശേഷിയില്ലാതെ ഓരോ ജുമുഅക്കും ഓരോ പള്ളിക്ക് നട്ടോട്ടം ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ പള്ളിയുടെ മുമ്പിൽ നിസ്കാരത്തിന് വന്ന മുഅ്മിനീങ്ങളോട് യാചിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു കൊടുത്ത രോഗത്തിനെ ചികിത്സിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാ. എന്റെ ഈമാനുള്ളവരെ, നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുണ്ടല്ലോ, നമുക്ക് അല്ലാഹു തന്ന സാമ്പത്തിക ശേഷിയുണ്ടല്ലോ, അതുപോലത്തെ പാവപ്പെട്ടവർക്ക് കരുണ കാണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങളുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന തൗഫീഖാൻ.
പലരും ഇന്ന് കല്യാണത്തിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആഭാസങ്ങളാ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാം തോന്നിയാസങ്ങളാ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. സുബ്ഹാനല്ലാഹ് എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്തുണ്ടല്ലോ ലക്ഷങ്ങളങ്ങ് ചെലവഴിക്കുകയാ. നമ്മുടെ കർണാടകയിലൊക്കെ ഉണ്ട് ഈ ഉറൂസിന്റെ സമയത്ത് സന്തൽ മെറവണിക, സന്തൽ പോകുന്നത് കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സും അരിസാധനം പഞ്ചസാരങ്ങൾ ഇതൊക്കെ വലിയ ലോറിക്കകത്താക്കി ഇങ്ങനെ കൊണ്ടുപോകും ആ മക്കാമിലേക്ക് കൊടുക്കാൻ വേണ്ടി. അത് കൊണ്ടുപോയി അവിടെ ലേലം ചെയ്യുകയോ ഉറൂസിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കപ്പെടുകയോ ഒക്കെ ചെയ്യലാണ് പതിവ്. സന്തൽ പോക്കുന്ന അതിന് പറയല് ഇവിടെ ഈ കാസർഗോഡ് ഈ ഭാഗത്തുണ്ടോന്ന് എനിക്കറിയില്ല, നമ്മുടെ കർണാടകയിലുള്ള സന്തൽ. അപ്പൊ ഈ സന്തൽ പോകുന്ന രൂപത്തിലാണ് ഇന്ന് എൻഗേജ്മെന്റിന് വേണ്ടി പോകുന്നത്. മുട്ടായിന്റെ മുമ്പിൽ ഒരാൾ, അതിന്റെ ബാക്കിൽ മൊബൈൽ ചുമന്നിട്ട് ഒരാൾ, ഏറ്റവും ബാക്കിൽ ഒരാൾ മുസാഫ് ചുമന്നിട്ട്, മുസാഫുണ്ട് അതിന്റെ കൂട്ടത്തിൽ. എന്തിനാ മസാല ചോദിക്കും, ഉസ്താദെ എൻഗേജ്മെന്റിന്റെ സമയത്ത് മുസാഫ് കൊടുക്കാൻ പറ്റൂലേ? ആരോ പ്രസംഗിക്കുന്നത് കേട്ട് അതിനെ വിമർശിച്ചിട്ട് മുസാഫ് കൊടുക്കുന്നത് നല്ലതല്ലേ? എന്റെ ഈമാനുള്ള പൊണ്ണു സുഹൃത്തെ, മുസാഫ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ഹാഫിലായിക്കോട്ടെ എന്നിട്ട് കെട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപക്ഷെ നീ എൻഗേജ്മെന്റിന്റെ മുമ്പ്, നീ മുസ്ഹാഫ് കൊടുക്കുന്നതിന് മുമ്പ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് തബാറക ഓതി പതിവുള്ള പെണ്ണാണെങ്കിലും നിന്റെ എൻഗേജ്മെന്റിന്റെ ശേഷം അതുപോലും ചിലപ്പോൾ അവൾക്ക് ഓതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല നിന്റെ ചാറ്റിങ്ങിലൂടെ. പിന്നെ എന്തിനു നീ മുസ്ഹാഫ് കൊടുത്തു? ഈ മുസ്ഹാഫ് കൊടുത്തത് ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടി അവൾ ഓതിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നുമല്ല. അതൊരു ഫാഷനാണ്. മറ്റുള്ളതൊക്കെ കൊടുക്കുമ്പോൾ മുസ്ഹാഫ് മൈൻഡ് കൂടെ ഉണ്ടായിക്കോട്ടെ. ഈ മുസ്ഹാഫ് ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്ക് ഉദുണ്ടോ? അല്ല, അങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഉദു നിർബന്ധമാണോ? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചരക്കുകളുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു വീട് മാറുന്നെന്ന് വിചാരിച്ചു, ആ വീട്ടിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും മറ്റുള്ളവർക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ മുസ്ഹാഫുമുണ്ട്. അതങ്ങനെ ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഉദു വേണോ, നിർബന്ധമുണ്ടോ, അതല്ല വേണ്ടേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഈ എൻഗേജ്മെന്റിന് വേണ്ടി പോകുന്ന സമയത്ത് നീ കൊണ്ടുപോയ മുസ്ഹാഫ് ഉണ്ടല്ലോ, അത് ഈ ബഹുമാനിച്ചിട്ടാണോ ആദരിച്ചിട്ടാണോ? ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചട്ടയുള്ളതായ ഒരു മുസ്ഹാഫ് നീ വാങ്ങിയത്. അത് കൊടുത്തത്, ഈ മുട്ടായി കൊടുത്തതും ഈ മുസ്ഹാഫ് കൊടുത്തതും അതിനൊക്കെ ചിലപ്പോൾ കണക്ക് പറഞ്ഞുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നതായ ചില പ്രവണതകളും ഉണ്ടാവാറുണ്ട്. ആ എൻഗേജ്മെന്റ് ബ്രേക്കപ്പ് ആയി പോയാൽ അതിന്റെ പേരിൽ വലിയ ഗുലുമാല, ഞാൻ തന്നതൊക്കെ തിരിച്ചു തരണോ? അപ്പൊ ആ വീട്ടുകാർ വെറുതെ വിടുവോ? എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ 150 പേര് ഭക്ഷണം കഴിച്ചില്ല, അതിന്റെ പണം അങ്ങ് വെക്കുന്ന് പറയും. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമരേ, ഒരാൾ കൊടുത്തതായ ഹദിയയിലേക്ക് രണ്ടാമത് മടങ്ങുക എന്ന് പറയുന്നത് കൊടുത്തതിനെ തിരിച്ചു ചോദിക്കുക എന്നുള്ളത് ഛർദിച്ചതിനെ വീണ്ടും നക്കിയെടുക്കുന്ന നായയെ പോലെയാണ് ഉമരേ. എപ്പോഴാ പറഞ്ഞതെന്നറിയോ? സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫയാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയ, ചില്ലറ സ്വഹാബിയൊന്നുമല്ല. ലൗ കാന ബഅദി നബിയുൻ ലകാന ഉമറു നബിയ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ കാന ബഅദി നബിയുൻ, എനിക്ക് ശേഷം അല്ലാഹു ഒരാളെ പ്രവാചകനായി നിയോഗിക്കുന്നുണ്ടെങ്കിൽ 1,24,000 വരുന്ന പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കന്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 1,24,001 പ്രവാചകനായി അള്ളാഹു ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ ഖത്താബിന്റെ മകൻ ഉമറായിരിക്കും. സ്വഹാബ, മാ ഫിസ് സമാഇ മലകുൻ ഇല്ലാ വഹുവ യുഖിറു ഉമറ. ഖത്താബിന്റെ മകനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ മലക്ക് ആകാശലോകത്തില്ല. അത്രമാത്രം മഹത്വം പറയപ്പെട്ടതായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരാൾ വാഹനമില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടു. ആ യാത്രയിൽ വാഹനമില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടു. നമ്മളൊക്കെ നിക്കാഹിനൊക്കെ പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, കാറുള്ളവർ കാറിൽ കയറി, ബസ് അങ്ങ് ഫുള്ളായി, ബൈക്കുള്ളവരൊക്കെ ബൈക്കിൽ പോയി, ഒന്നുമില്ലാത്ത പ്രായമുള്ളവർ ചിലപ്പോൾ എന്നെ ആരെങ്കിലും കൂട്ടുമോ എന്ന് എത്തി നോക്കി ചിലപ്പോൾ റോഡിന്റെ അരികിലൂടെ ഇങ്ങനെ നിൽക്കാറുണ്ട്. നമ്മൾ പലരും അവരെ നോക്കാതെ അങ്ങ് തിരിഞ്ഞു കളയും. അവരെ ഞാൻ നോക്കിയാൽ ചിലപ്പോൾ അവരെ കയറ്റേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് നമ്മൾ മൈൻഡാക്കാതെ എല്ലാം അങ്ങോട്ട് നോക്കി ചിലപ്പോൾ വെറുതെ മൊബൈൽ ഫോൺ വന്നില്ലെങ്കിൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചതുപോലെയൊക്കെ അവിടെ നിന്ന് നീങ്ങി പോകാറുണ്ട്. അവരെ കയറ്റേണ്ടി വരുമെന്ന് അല്ലേ? എന്നാ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ സ്വഭാവം നോക്ക്. അവർ അതാണ് മാതൃകം. മഹത്തുക്കളുടെ പാത എന്ന് പറയുമ്പോൾ അവരുടെ ആ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ആദർശം അവർ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതായ മാതൃക പിൻപറ്റല.
സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വാഹനമാകുന്ന കുതിര, അന്നത്തെ ഏറ്റവും നല്ല മികച്ച വാഹനമാകുന്ന കുതിരയുണ്ടല്ലോ, ആ കുതിരയുടെ കടിഞ്ഞാണങ്ങ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ വാഹനം ഞാൻ നിങ്ങൾക്ക് ഹദിയ ചെയ്തു, നിങ്ങൾ കൊണ്ടുപോയി. നമ്മൾ സ്വന്തം കാറിന്റെ ചാവി കൊടുക്കേണ്ട മറ്റുള്ളവൻ അവിടെ ഒന്ന് കയറ്റാനുള്ളതായ ആ ഒരു നല്ല മനസ്സെങ്കിലും കാണിക്കണ്ടേ? പാവപ്പെട്ട രോഗിയായ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിൽ പോലും കയറാൻ പ്രയാസപ്പെടുകയാണ്. ആംബുലൻസ് പിടിച്ചുകൊണ്ടോ ഒരു കാറ് പിടിച്ചുകൊണ്ടോ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അവനങ്ങ് ഗവൺമെന്റ് ബസ്സിന് കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഈ നല്ല ചീരിപ്പായുന്ന കാറ് വാങ്ങാൻ അള്ളാഹു സൗകര്യം തന്ന സമ്പത്ത് തന്നതായ മനുഷ്യനുണ്ടല്ലോ, അവനെ കാണുമ്പോൾ ഒന്ന് നിർത്തി, നിങ്ങൾ വാ, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനങ്ങ് കൊണ്ടാക്കാം എന്ന് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അതല്ല മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ പാദം പറ്റുക എന്ന് പറഞ്ഞാൽ. ഖത്താബിന്റെ മകൻ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാവി അങ്ങ് കൊടുത്തതുപോലെ കുതിരയുടെ കടിഞ്ഞാനങ്ങ് കൊടുത്തു, നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾക്ക് ഹദിയ ചെയ്തു ഈ വാഹനം. ഇൽമിന്റെ ഹലകാറാകുന്ന പാവപ്പെട്ട ഉസ്താദന്മാരും മുതഅല്ലിമീങ്ങളും ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവരെ കാണുമ്പോൾ വാഹനം നിർത്തിയും കൊണ്ട്, ഉസ്താദെ നിങ്ങൾ വാ. അവർ ഇൽമിന്റെ ഹലകാർ, അവരാദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഇൽമിന്റെ അഹ്ലുകാരോടുള്ള കടപ്പാടും അവർ ആദരിക്കുക എന്ന് പറയുന്നത്, അവരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഇൽമിന്റെ അഹ്ലുകാരെ സഹായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ഖത്താബിന്റെ മകൻ കുതിരയുടെ കടിഞ്ഞാനങ്ങ് കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ കുതിരയിൽ ഇങ്ങനെ യാത്ര ചെയ്തു. യാത്രയൊക്കെ പൂർത്തീകരിച്ചു അയാൾ. പക്ഷെ അയാൾ കുതിരയെ വേണം പോലും പരിഗണിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇത്രമാത്രം വലിയ വാഹനം വേണ്ട. കുതിര അദ്ദേഹത്തിന്റെ യാത്രയിൽ തൽക്കാലം അയാൾ അതിന് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം, പിന്നെ വേണം പോലെ നോക്കുന്നില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരു വിഷമം തോന്നി, പടച്ചവനെ, നല്ല നിലക്ക് എന്റെ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതായ കുതിര ഇപ്പോൾ അതിന് വേണ്ടുന്നതായ പരിഗണന ഒന്നും കിട്ടുന്നില്ലല്ലോ റബ്ബേ, ഞാൻ എന്താ ചെയ്യാൻ? തിരിച്ചു ചോദിക്കാൻ പറ്റൂല, ഹദിയ കൊടുത്തിട്ടായി പോയി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നബിയേ, ഞാൻ പണം കൊടുത്തതിനെ തിരിച്ചു വാങ്ങട്ടെ നബിയേ? വെറുതെയല്ല, ഹദിയായി കൊടുത്തത് നിനക്ക് ആവശ്യമില്ലെങ്കിൽ തിരിച്ചു തന്നോ എന്നല്ല, പണം കൊടുത്തതിനെ വിലക്ക് വാങ്ങട്ടെയോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖത്താബിന്റെ മകനോട് പറയുകയാണ്, ഉമരേ, ഒരു മനുഷ്യൻ ഹദിയ കൊടുത്തതായ ഒരു വസ്തുവിലേക്ക് ഹദിയ കൊടുത്തതിനെ തിരിച്ചുതാ എന്നല്ല പറയുന്നത്, അതിനെ വിലക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. കൊടുത്തതിലേക്ക് രണ്ടാമത് എത്തി നോക്കുന്ന സ്വഭാവമുണ്ടല്ലോ ഉമരേ. ഛർദിച്ചതിനെ വീണ്ടും നക്കിയെടുക്കുന്ന നായയെ പോലെയാണ്. കൽകൽബി യഊദു ഇലാ ഖൈഹി, ഛർദിച്ചതായ നജസിനെ രണ്ടാമതെടുത്തു തിന്നുന്നതായ നായയെ പോലെയാണ് ഉമരേ. എന്റെ ഈമാനുള്ളവരെ, ഇന്ന് എത്ര കുടുംബത്തിലാണ് തമ്മിൽ പ്രശ്നമുള്ളത്. എൻഗേജ്മെന്റ് ആയതിന്റെ ശേഷം ആ നിക്കാഹംഗം നടക്കാതെ പോയപ്പോൾ, ഞാൻ തന്ന സ്വർണം എനിക്ക് തിരിച്ചു തരണം, ഞാൻ കൊണ്ടുതന്നതായ വസ്ത്രങ്ങൾ എനിക്ക് തിരിച്ചു തരണം. മറ്റു വീട്ടുകാർ പറയുകയാണ്, നിന്റെ കൂടെ വന്ന് എന്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ച 100 പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചതെല്ലാം നിങ്ങളും കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. സുബ്ഹാനല്ലാഹ്, അതിഥികളെ സന്തോഷിപ്പിക്കുക, അതിഥികളെ സന്തോഷിപ്പിക്കുക, അവരെ ആദരിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയുക്രിമ ദൈഫഹു. അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാണോ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാണോ, എന്നാൽ നിങ്ങൾ അതിഥിയെ സൽക്കരിക്കണേ. അതിഥികളെ സൽക്കരിക്കുന്നത് വല്ലാത്ത ഈമാനാണ്. അതിഥികളെ ആദരിക്കലും സൽക്കരിക്കലും ഈമാനിന്റെ ഭാഗമാ. അല്ലാഹ് തൗഫീഖ് കൊടുത്ത ഈമാനുള്ളവനക്ക് അത് കഴിയുന്നതാണ്. അതുകൊണ്ടാണല്ലോ പുതിയ ഒരു വീട് കെട്ടുമ്പോൾ, പുതിയ ഒരു വീട് നിർമ്മിച്ച് ആ വീട്ടിലെ കുടികൂടുമ്പോൾ അവിടെ വന്ന എല്ലാ അതിഥികൾക്കും അങ്ങ് പാല് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഏത് പാവപ്പെട്ടവന്റെ വീടാണെങ്കിലും, ഏത് പണക്കാരന്റെ വീടാണെങ്കിലും, ഏത് ദരിദ്രനായ ഫഖീറായ മനുഷ്യന്റെ വീടാണെങ്കിലും പലരും സഹായിച്ച് പിരിവ് നടത്തി കൊടുത്തിട്ട് ആ വീട് പണി പൂർത്തീകരിച്ചത്. എന്നാൽ ആ വീട് കുടികൂടുന്ന സമയത്ത് പോലും വന്നവർക്ക് അങ്ങ് പാല് കാച്ചു കൊടുക്കുകയാ. എന്തിനാണ് പാല് കൊടുക്കുന്നതെന്നറിയുമോ എന്റെ ഈമാനുള്ളവരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, പാല് ഒരാൾ
ഒരാള് തന്നാൽ അതിനെ മടക്കൽ കറാഹത്താണ്. ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതായിരുന്നു പാല്. അങ്ങനെ ഒരു 7 സാധനമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ 7-ൽപ്പെട്ട ഒന്നാണ് പാല് എന്നുള്ളത്. ആര് പാല് തന്നാലും വേണ്ട എന്ന് പറയൽ കറാഹത്താണ്. ഈമാനുള്ളവിടെ വേണ്ടാമെന്ന് പറയൂല. ഒരുപക്ഷെ ചായ കൊടുത്താൽ അവന് പറയും എനിക്ക് കട്ടൻ ചായ മതി, പാലൊടിച്ചത് കുടിക്കാറില്ല. കട്ടൻ ചായ കൊടുത്താൽ പറയും എനിക്ക് കോഫി മതി, ഞാൻ ചായപ്പൊടിയുള്ളത് കുടിക്കാറില്ല. അതേ സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈമാനുള്ള അല്ലാഹുവിനെ ഭയക്കുന്ന മുഅ്മിനാണോ ഒരിക്കലും പാല് കൊടുത്താൽ അവനെ മടക്കുകയില്ല. അതിനെ മടക്കൽ കറാഹത്താണ്. പാല് കൊടുത്താൽ അത് വാങ്ങി കുടിക്കൽ വല്ലാത്ത സുന്നത്താണ്. പാല് കൊടുത്താൽ അത് വാങ്ങി കുടിച്ചവനുണ്ടല്ലോ, അത് വാങ്ങി കുടിച്ചവന് സുന്നത്തിന്റെ കൂലി കിട്ടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ അതിഥികള്, ഈ വീട്ടിലെ സൽക്കരിക്കുന്ന അതിഥികളുണ്ടല്ലോ, അവരിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന സാധനം റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ട സാധനമാ. ഒരാൾക്ക് വെറുപ്പില്ലാത്ത സാധനമാണ്. അത് കുടിച്ചവന് പോലും കൂലി കിട്ടുന്ന സാധനമാണ്. അതിഥികളെ പാല് കൊടുത്തങ്ങ് സൽക്കരിക്കുന്നു. എന്റെ ഈമാനുള്ളവരെ അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത പുണ്യമുള്ളതാണ്. അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ മരണപ്പെട്ടതായ കുഞ്ഞിന്റെ മയ്യത്ത് പോലും സ്വഹാബത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ വന്ന അതിഥികൾക്കെങ്കാലും നിരാശപ്പെട്ടു പോകുമോ എന്ന് ഭയന്നതിന്റെ പേരിലാ എന്റെ വീട്ടിൽ വന്ന അതിഥികളെ സൽക്കരിക്കാൻ എനിക്ക് പറ്റാതെയായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ആ വീട്ടിൽ മരണം സംഭവിച്ചപ്പോൾ കുഞ്ഞിന്റെ മയ്യത്തങ്ങ് മാറ്റിവെക്കുകയാണ്. കുഞ്ഞിന്റെ മയ്യത്തങ്ങ് അതിഥികൾ പോകുന്നത് വരെ ഒളിപ്പിച്ച് വെക്കുകയാണ്. അത്രമാത്രം പുണ്യമുള്ളതായ അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് നടന്നതിന്റെ പേരിൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത തരത്തിൽ നടന്നതായ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, അത് പൊളിഞ്ഞതിന്റെ പേരിൽ അവർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ കണക്കങ്ങ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ആര് പഠിപ്പിച്ചതാണ്? ഈമാനുള്ളവരെ. പാവപ്പെട്ട മനുഷ്യന്മാർ എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട്, പാവപ്പെട്ട രോഗികൾ എത്ര പേരുണ്ട്. എന്തിനേറെ പറയണം, നമ്മൾ മുസ്ഹാഫ് ഹദിയ കൊടുക്കുന്നുണ്ടല്ലോ, കെട്ടാൻ പോകുന്ന പെണ്ണിന് മുസ്ഹാഫ് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലെ മദ്രസയുണ്ട്, ഈ നാട്ടിലെ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ. എത്ര കുട്ടികളാണ് ഇവിടെ മദ്രസയിൽ വന്ന് പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? സുബ്ഹാനല്ലാഹ്, വാപ്പയില്ലാത്ത മക്കൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. യതീമായ വാപ്പയില്ലാത്ത മക്കളെ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വിധവകളായ സ്ത്രീകൾ ഉണ്ടായേക്കാം. അഥവാ രോഗിയായ വാപ്പയുടെ മക്കളങ്ങ് മദ്രസയിൽ പഠിക്കുന്നവർ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കുട്ടികളുടെ ഉസ്താദിന്റെ അരികിൽ പോയി കൊണ്ട്, ഉസ്താദേ, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുടെ എണ്ണം ഒന്ന് പറയുന്ന ഉസ്താദേ, വാപ്പയില്ലാത്ത മക്കൾക്ക് മുസ്ഹാഫ് ഞാൻ വാങ്ങിക്കൊടുത്തോളാം ഉസ്താദേ എന്ന് പറയാറുള്ള മനസ്സ് നീ കാണിച്ചിട്ടുണ്ട് മുഅ്മിനേ. പാവപ്പെട്ടവനെ സഹായിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിമേ. അതേ സമയത്ത് കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന ആഭാസങ്ങളുടെ പേരിൽ അല്ലാഹ് തന്ന സമ്പത്തിനെ ഹറാമായ മാർഗത്തിലൂടെ ചെലവഴിക്കുകയാണ്. എന്നാ നമ്മുടെ മുൻഗാമികളായ ഈമാനുള്ള മഹത്തുക്കളുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ, അവർ യതീമീങ്ങളെ വല്ലാതെ ആദരിച്ചവരാണ്, പാവപ്പെട്ടവരോട് കരുണ കാണിച്ചവരാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് വലിയ ദർസ് നടത്തിയ മഹാനാൻ, വലിയ ദർസുള്ള മഹാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം രാത്രി ദർസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ പോയി. അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ദർസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. വല്ലാതെ അങ്ങ് കൗതുകം. എന്റെ വീട്ടിന്റെ വാതിൽ ആരായിരിക്കും റബ്ബെ തുറന്നത്? ഞാൻ പലയിടത്തും പറഞ്ഞ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. വീട് അടച്ചു പോയതാ, വീട് പൂട്ടിയിട്ടാ പള്ളിയിലേക്ക് ദർസ് നടത്താൻ പോയത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സുൽത്താനുൽ ആരിഫീൻ. മടങ്ങി വരുന്ന സമയത്ത് വീട് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. നേരെ പോയി മെല്ലെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനായ കള്ളന് ഗോതമ്പ് ഇങ്ങനെ ചാക്കിലേക്ക് നിറച്ചുകൊണ്ടുണ്ട്. കക്കാൻ കയറിയതാ. ഈ കള്ളൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വലിയ തലപ്പാവും ഈ വലിയ നീണ്ട താടിയുമുള്ള അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കാണുമ്പോൾ കള്ളനറിയില്ല ഇത് സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ വീടാണ്.
അദ്ദേഹം പതിവ് പോലെ എല്ലായിടത്തും കക്കാൻ പോകുന്നത് പോലെ കക്കാൻ കഴിയാതെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഇങ്ങനെ എത്തി നോക്കും, കള്ളനങ്ങ് പേടിച്ചു പോയി. നമ്മളാണെങ്കിലും പേടിച്ചു പോകില്ലേ? ഒരേ കള്ളൻ കയറിയ സമയത്ത് ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ കള്ളന് പേടിച്ച് ഹാർട്ട് അറ്റാക്ക് ആയി പോകും. നമ്മളെന്ത് ചെയ്യും? നേരെ പുറത്തുനിന്ന് ഇങ്ങനെ ലോക്കാക്കും, കുറ്റിയിടും, മറ്റുള്ളവർക്ക് വിളിച്ചു വരുത്തും. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവനെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് സമൂഹത്തിലൊക്കെ പ്രചരിപ്പിച്ച് നാണം കെടുത്തും. ദുനിയാവിൽ അവനക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവനെ നമ്മൾ പരിഹസിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിന്റെ ദോഷം കൊണ്ടോ, കൂട്ടുകെട്ടതിന്റെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ഒരു മോശത്തനം വന്നു കഴിഞ്ഞാൽ അവനെ സമൂഹത്തിൽ നാണകെടുത്തലാണ് നമ്മുടെ പതിവ്. സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ നോക്കുമ്പോൾ കള്ളനങ്ങ് പേടിച്ചു പോയി. അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പെട്ടെന്ന് വീട്ടിന്റെ അകത്ത് കയറി. എന്നിട്ട് കള്ളനോട് പറഞ്ഞു, മോനെ, നീ ഈ ചാക്കിലേക്ക് നുറക്കുന്ന ഗോതമ്പ് അത്ര നല്ല ഗോതമ്പല്ല, നല്ല തൊലി കളഞ്ഞ ഗോതമ്പ് അപ്പുറത്തെ റൂമിലുണ്ട്, അത് നുറച്ചു, അതെടുത്തോ. നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. കള്ളം പേടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഇതാര് റബ്ബേ? ഈ വീട്ടുകാരന് തന്നെയാണോ, അതല്ലെങ്കിൽ എന്നെ പോലെ കക്കാൻ വന്ന മറ്റൊരാളാണ്? നേരെ പോയി അപ്പുറത്തെ റൂമിലുണ്ട് തൊലി കളഞ്ഞ നല്ല 1-ാം നമ്പർ ഗോതമ്പ്. അതിനെ ചാക്കിൽ നിറച്ചു. എന്നിട്ട് അതിന്റെ മൂടൊക്കെ കെട്ടി, ആ ചാക്കൊക്കെ കെട്ടി ഈ കള്ളന്റെ ചുമലിലേക്ക് ഇങ്ങനെ എറ്റി പിടിച്ചു കൊടുത്തു. എന്നിട്ട് കള്ളൻ പുറപ്പെടുന്ന നേരത്ത് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, മോനെ, ഈ പാതിരാത്രിക്ക് നീ ഒറ്റക്ക് നടക്കണ്ട, നിന്റെ കൂടെ ഞാൻ വരാം, നിന്നെ കൊണ്ടാക്കാം. കള്ളനാകെ ഇങ്ങനെ പേടിച്ചിട്ട് അങ്കലാപ്പില്ല. പടച്ചവൻ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇന്നേ വരേക്കും കക്കാൻ പോയെടുത്ത് ഒന്നിരിക്കൊല്ല അടി കിട്ടിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ തടി സലാമത്താക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഇന്നങ്ങനല്ല, ആ വീട്ടിന്റെ ഉടമസ്ഥൻ വന്ന് എന്റെ കയ്യോടെ പിടിച്ചു, ഞാൻ കക്കാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലത് ചാക്കിലേക്ക് നിറച്ചു തന്നു, എന്റെ ചുമലിലേക്ക് ഏറ്റുപിടിച്ചു. എന്നിട്ട് എന്നോട് ഇപ്പൊ പറയുന്നു, നിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കാം, പാതിരാത്രി നീ ഒറ്റക്ക് നടക്കണ്ട മോനെ എന്ന് പറയുന്നുണ്ട്. നേരെ പോയി കള്ളന് മുന്നിൽ നടക്കുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നു. അവസാനം ഒരുപാട് ദൂരം എത്തിയപ്പോൾ ഈ ബാല്യക്കാരൻ പറഞ്ഞു, എന്റെ വീടെത്തിയാ കാണുന്നതാണ് എന്റെ വീട്. സുൽത്താനുൽ ആരിഫീൻ തങ്ങൾ ആ കള്ളനോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്റെ ഒന്ന് കൈപിടിക്കണം. കൈപിടിച്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, മോനെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പള്ളിയിൽ എന്റെ ദർസും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് മടങ്ങിയപ്പോൾ എന്റെ വീടിന്റെ വാതിലങ്ങ് തുറന്നിട്ടത് കാണുമ്പോൾ ഞാൻ ആരായിരിക്കും ഇത് തുറന്നതെന്ന് കൗതുകത്തോടെയാണ് ഞാൻ മെല്ലെ ഒന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ തലാളി ഉള്ളിലേക്ക് ഇട്ടത്. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, നീ പേടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുമല്ല. ഞാൻ ആരായിരിക്കും ഇത് തുറന്നത്, ഞാൻ അടച്ചിട്ട വീടാണല്ലോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ തലയിട്ട് നോക്കിയത്. പക്ഷെ എന്റെ നോട്ടം കൊണ്ട് നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ട്. എന്റെ ആ നോട്ടം കൊണ്ട് നിങ്ങൾ നെറ്റിയിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. നിങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു നോട്ടം ഞാൻ നോക്കിയില്ലേ, എന്റെ ഭാഗത്തിൽ അങ്ങനെയുള്ള ഒരു തെറ്റ് സംഭവിച്ചില്ലേ, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് നിങ്ങൾ മാഫ് തരണം. കള്ളനായ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഞാനൊന്ന് നോക്കിയതിന് എനിക്ക് നിങ്ങൾ മാഫ് നൽകണം. നാളെ അല്ലാഹുവിന്റെ മഅ്ശറയിൽ ഈ പാവപ്പെട്ട അഹ്മദ് അങ്ങ് കുടുങ്ങിപ്പോകും, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. കള്ളൻ അങ്ങ് സ്തംഭിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഇന്നേ വരേക്കും ഇല്ലാത്തൊരു അനുഭവം. കള്ളൻ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു. ആരായിരുന്നു യഥാർത്ഥത്തിൽ സത്യത്തിൽ പൊരുത്തപ്പെടിക്കേണ്ടത്? ഈ കള്ളൻ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു. അഹ്മദുൽ കബീർ റിഫായി സന്തോഷത്തോടെ സലാം പറഞ്ഞ് മടങ്ങിപ്പോയി. കള്ളന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. കള്ളൻ വല്ലാതെ അങ്ങ് വെറുന്നുപോയി. പടച്ചവൻ ആരായിരിക്കും ആ മനുഷ്യന്? അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കണ്ട പരിചയമില്ല. പിറ്റേ ദിവസം രാവിലെ അതേ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് കള്ളൻ നടന്നു, ബാല്യക്കാരൻ നടന്നു. ആ നാടെത്തിയപ്പോൾ, ആ വീടെത്തിയപ്പോൾ പരിസരത്തുള്ളവരോട് ചോദിച്ചു, ഈ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ ആരാ? നീണ്ട താടിയും വലിയ തലപ്പാവുമുള്ള മനുഷ്യൻ ആരാ? അവർ പറഞ്ഞത് സുൽത്താനുൽ ആരിഫാൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ്, ഇന്ന് നാട്ടിലെ പള്ളിയിൽ ദർസ് നടത്തുന്ന മുദരിസ. കള്ളൻ ആ പള്ളിയിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ വലിയ ദർസ് നടക്കുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ അങ്ങ് ഓതി പഠിക്കുന്നു. പണ്ഡിതന്മാർ ചുറ്റുഭാഗത്തും ഇരുന്നിട്ടുണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും അള്ളാഹുവിന്റെ ഖുർആനും വിശദീകരിച്ചു കൊടുക്കുന്നു. കള്ളൻ പേടിച്ചു പോയി. പടച്ചവനെ, ഞാനെങ്കാലും ഈ പള്ളിയിൽ കയറിയാൽ ഇന്നലത്തെ രാത്രി എന്റെ വീട് കവർന്നെടുക്കാൻ വേണ്ടി കക്കാൻ കയറിയ കള്ളനാണ് എന്ന് ഇദ്ദേഹമെങ്കാലും എന്നിലേക്ക് വിരൽ ചൂണ്ടിയാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്നെ വെറുതെ വിടൂല എന്ന് പേടിച്ചു പോയി കള്ളൻ.
അങ്ങനെ ഭയന്നുകൊണ്ട് ഇന്നലെ രാത്രി എന്നൊന്നും ചെയ്തിട്ടില്ല ശരി, പക്ഷെ ഇന്ന് എന്നെ കാണുമ്പോൾ അതാ അയാൾ ഇന്നലെ എന്റെ വീട് കക്കാൻ വന്നവർ കള്ളനാണെന്ന് പറഞ്ഞാല് ആ സമൂഹം എന്നെ വെച്ചു, ആ ശിഷ്യന്മാരെന്നെ വെച്ചു. അങ്ങനെ പേടിച്ച് പള്ളിയുടെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് പുറത്ത് നടക്കുന്ന ഈ ബാല്യക്കാരനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി, വല്ലാത്ത ആദരവ് തോന്നി അദ്ദേഹത്തിനോട്. ബാല്യക്കാരനോട് എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നുപോയതായ ഒരു തെറ്റ് ആ ബാല്യക്കാരൻ പേടിക്കുന്ന തരത്തിൽ ഞാനങ്ങ് നോക്കിയില്ലേ, ആ എന്റെ തെറ്റ് എനിക്ക് പൊരുത്തപ്പെട്ടു തന്ന ഒരു മഹാൻ എന്ന നിലക്ക് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കാണുന്നത് ആ ബാല്യക്കാരൻ. സുബ്ഹാനല്ലാഹ്, ആദരവോടെ എഴുന്നേറ്റ് ഓടി വന്നു, ബാല്യക്കാരന്റെ കൈ പിടിച്ചു, സലാം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയി അടുത്തിരുത്തി. സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ ഈ പെരുമാറ്റം കണ്ട് സുബ്ഹാനല്ലാഹ്, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഈ സ്വഭാവം കണ്ട് കള്ളനങ്ങ് വല്ലാതങ്ങ് അത്ഭുതപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, കക്കാൻ കയറിയ ബാല്യക്കാരൻ ആ വീട്ടിലേക്ക് കക്കാൻ കയറിയ കള്ളനുണ്ടല്ലോ, അന്നത്തോടെ കക്കുന്ന സ്വഭാവം നിർത്തിവെക്കുകയാണ്. എന്നിട്ടങ്ങ് എല്ലാവരോടും പുറത്ത് പിടിക്കുന്നു. ആരുടെയൊക്കെ വീട് കവർന്നിട്ടുണ്ടവരെല്ലാവരോടും മാഫ് ചോദിക്കുന്നു, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ തിരിച്ചു കൊടുക്കുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. മരിക്കുന്നത് വരേക്കും സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ ആ ത്വരീഖിലൂടെ ജീവിക്കുന്നു. എന്റെ ഈമാനുള്ളവരെ, നമ്മൾ എത്ര ദിവസമാ വഅദ് പറഞ്ഞത്? ഈ മുന്നിപ്പാടി പരിസരത്തിൽ എത്ര കൊല്ലങ്ങളിലാ നിങ്ങൾ റാത്തീബ് കടിച്ചു വരുന്നത്? എത്ര സദസ്സുകളിലാ വഅദ് പറയിപ്പിച്ചത്? എത്ര സദസ്സുകളിലാ നമ്മൾ വഅദ് കേട്ടത്? എത്ര നാടുകളിലാ നമ്മൾ ക്ലാസ് എടുത്തു കൊടുത്തത്? എന്നിട്ട് ഇന്നേ വരേക്കും നമുക്ക് ഏതെങ്കിലും ഒരു കള്ളുകുടി എന്റെ കള്ളുകുടി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഞ്ചാവിന് അടിമപ്പെട്ടവന്റെ ലഹരിയിൽ നിന്ന് നിർത്തിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ വഅദ് പറഞ്ഞിട്ടല്ല. സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ ക്ലാസ്സിലിരുന്നതിന്റെ പേരിലല്ല, സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ വഅദ് കേട്ടതിന്റെ പേരിലല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പള്ളി ദർസിൽ പോയി 10-16 കൊല്ലം പഠിച്ചതിന്റെ പേരിലല്ല. ഒരൊറ്റ രാത്രിയിലെ അല്ലാഹു തൗഫീഖ് കൊടുത്ത മഹാനുണ്ടല്ലോ, മഹാനായ സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ സ്വഭാവമുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത സ്വഭാവത്തിന്റെ പേരില് ഒരൊറ്റ രാത്രിയിൽ ഉണ്ടായതായ സംഭവത്തിലൂടെ, ആ ഒരു അനുഭവത്തിലൂടെ ഒരു മനുഷ്യൻ നന്നാകുന്നു. മരിക്കുന്നത് വരെ ആ മഹാന്റെ പാദങ്ങൾ പിൻപറ്റുന്നു. അതുകൊണ്ട് എന്റെ ഈമാനുള്ളവരെ, നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടതാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിലെ ഏറ്റവും പരിപൂർണമായ ഈമാനിന്റെ ഉടമകൾ ആരാണെന്നറിയുമോ? 5 നേരം പള്ളിയിൽ ഓടി വന്നവനെന്നല്ല, താടി നീട്ടി വളർത്തിയവനെന്നല്ല, തലപ്പാവ് ധരിച്ച് ഖമീസ് ധരിച്ച് വഅദ് പറയുന്നവനെന്നല്ല. ലോകത്തിന്റെ നേതാവങ്ങ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ. ഈമാൻ കൊണ്ട് ഏറ്റവും പരിപൂർണമായ ഒരു മുഅ്മിൻ ആരാണെന്നറിയുമോ സ്വഹാബ? നല്ല സ്വഭാവമുള്ളവനാണ്, നല്ല സംസാരമുള്ളവനാണ്, നല്ല പെരുമാറ്റത്തിന്റെ ഉടമയാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നവനാണ്, നാട്ടിലുള്ള ഓരോരുത്തരും നല്ല അഭിപ്രായം പറയുന്നവനാണ്, അദ്ദേഹത്തിന്റെ മരണത്തിന് വേണ്ടി നാടാകെ കരയുന്നവരാണ്, എല്ലാവർക്കും അത് വല്ലാത്ത നഷ്ടമാണ്. നിങ്ങളെ നാട്ടിൽ മരണപ്പെട്ടു പോയ ബദറുദ്ദീൻ കുട്ടി എന്ന് പറയുന്നവരുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഞാൻ അറിഞ്ഞത് എങ്ങനെയെന്നറിയുമോ? എല്ലാ കാര്യത്തിലും സജീവനായിരുന്നു. പെട്ടെന്നൊരു രോഗം ബാധിച്ചതിന്റെ പേരിൽ അറ്റാക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, 4 ആൾ നല്ലത് പറയണം. നമ്മൾ മരണപ്പെട്ടു പോയാൽ ഒരു 4 പേര് നമ്മളെ നല്ലത് പറയേണ്ടവരാ, 4 പേര് നമ്മളെ പറ്റി നല്ലത് പറയണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗ്ഗം അങ്ങ് നിർബന്ധമാണ്.
റസൂലുള്ളാഹി തങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോവുകയാ. സ്വഹാബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയപ്പോൾ മയ്യത്തങ്ങ് കൊണ്ടുപോവുകയാ. മയ്യത്ത് കുളിപ്പിച്ച് കഫന ചെയ്ത് കട്ടിൽ വെച്ച് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലുള്ള സ്വഹാബത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, വല്ലാത്ത മനുഷ്യനായിരുന്നു നബിയേ, എല്ലാവർക്കും ഉപകാരമുള്ളവനായിരുന്നു നബിയേ, നല്ല സ്വഭാവമായിരുന്നു നബിയേ, പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നവനായിരുന്നു നബിയേ. അദ്ദേഹത്തിനെ നല്ലതിങ്ങനെ എടുത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിർബന്ധമായി പോയി. സ്വഹാബ, അന്നാസു ശുഹദാഉല്ലാഹ്, ജനങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. സ്വഹാബ, അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ, നിങ്ങൾ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ അദ്ദേഹത്തിന് സാക്ഷികളാണ്. അല്ലാഹ് ജനങ്ങളുടെ സാക്ഷി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിർബന്ധമായി. മഹാന്മാരുടെ പാദം അങ്ങനെയാ. മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾ കാണിച്ചിരുന്ന വഴി. അവർ എത്രയാ കഷ്ടപ്പെട്ടത് ഈ സമൂഹത്തിന് വേണ്ടി. അവർക്ക് അല്ലാഹു കൊടുത്ത വലിയ ബർക്കത്ത് നിങ്ങൾ നോക്ക്. അവരെ ആദരിക്കുന്നത് പോലും ഈമാനാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു, ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹുവിന്റെ ജനനത്തിന് 11 വർഷം മുമ്പായി പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു തങ്ങളെന്നറിയുമോ? ഹിജ്റ 150 ജനിക്കുകയും നിങ്ങളുടെ പള്ളി നിർമ്മിക്കപ്പെട്ടതിന്റെ 11 കൊല്ലത്തിന്റെ ശേഷം ഹിജ്റ 139 പള്ളി നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ഹിജ്റ 150 ജനിക്കുകയും ഹിജ്റ 204 വഫാത്തായ വെറും 54 കൊല്ലം ജീവിച്ച വലിയ ലോകം കണ്ട അത്ഭുതത്തിലെ അത്ഭുതമാകുന്ന ഇൽമിന്റെ ഉടമയാണ്. വല്ലാത്ത സൂക്ഷ്മതയുള്ള മഹാനാണ്. 54-ാമത്തെ വയസ്സിൽ വഫാത്തായി പോയി. ബഹുമാനപ്പെട്ട ഇമാം ഫരീദുദ്ദീനുൽ അത്താർ റളിയല്ലാഹു അൻഹു, ഫരീദുദ്ദീനുൽ അത്താർ റളിയല്ലാഹു അൻഹു രചിച്ചതായ തദ്കീറത്തുൽ ഔലിയാ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളായ മുതഅല്ലിമീങ്ങൾ അറിയാൻ വേണ്ടി ആ കിതാബിന്റെയും ഇമാമിന്റെയും പേര് പറഞ്ഞത്. ഇമാം ഫരീദുദ്ദീനുൽ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ തദ്കീറത്തുൽ ഔലിയാ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഏകദേശം 800-ലേറെ പേജുകളുള്ള ഗ്രന്ഥത്തില് 93 ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ്. ആ 93 പ്രഗൽഭരായ ഔലിയാക്കന്മാരിൽ ഒരാളാണ് ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു. ഓരോരുത്തരുടെ സൂക്ഷ്മത എന്താണെന്ന് പഠിപ്പിക്കുന്നു. 93 ഔലിയാക്കന്മാരുടെ പല കറാമത്തുകൾ എടുത്തു പറയുന്നു. അതിൽ ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയെടുത്ത് ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത അങ്ങ് പറഞ്ഞു തരികയാണ്. ആരാണ് ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു തങ്ങളെന്നറിയും? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരു മസ്അല ചോദിച്ചു. അന്നത്തെ കാലത്ത് പലരും മസ്അല ചോദിക്കാൻ വേണ്ടി ഓടിയെത്തും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. മദീനം കണ്ട ഏറ്റവും വലിയ മഹാൻ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലുണ്ടെങ്കിൽ മറ്റൊരാളും ഫത്വ കൊടുക്കൂല. ഇന്ന് ഫത്വ കൊടുക്കാൻ ആവേശമാണ് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വാട്സപ്പിന്റെ കാലത്ത്. ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മസ്അല ചോദിച്ചാൽ 10 ആൾ മറുപടി പറയും. ഓരോരുത്തർക്കും മറുപടി പറയാൻ ആവേശമാണ്. എന്റെ ജമീനിയിലോ ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ ഏതെങ്കിലും ഒന്നിൽ കിട്ടും, അതിനടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യുമെന്താ നല്ല പണ്ഡിതനാണെന്ന് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അറിഞ്ഞോട്ട്. പഴയകാലത്തുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു മസ്അല ചോദിച്ചാൽ അവർ പറയാൻ പേടിക്കും. നീ നാളെ വാ, 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറയും. ആ പള്ളിയിലിരുന്ന് ഉള്ള എല്ലാ കിതാബുകളൊക്കെ മുതാല ചെയ്തുകൊണ്ട് പേടിച്ചിട്ടാ പറയുന്നത്. ഞാൻ പറഞ്ഞതെങ്കാലും അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാലോ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, അശ്രദ്ധ കൊണ്ട്, ഒരു പണ്ഡിതന്റെ അശ്രദ്ധ കൊണ്ട് ഒരു സമൂഹം തന്നെ വെടുകേടിലായി പോകും. അങ്ങനെയുള്ള അശ്രദ്ധ വന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സൂക്ഷ്മതയാ പണ്ഡിതന്മാർ. എന്നാൽ ഇന്നു മസ്അല ചോദിച്ച ആൾക്ക് തന്നെ ചിലപ്പോൾ ചോദിച്ചത് മറന്നു പോയിട്ടുണ്ടാവും. മറുപടി പറയുന്ന ആളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരവസ്ഥയിൽ
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലുണ്ടെങ്കിൽ മറ്റാരും ഫത്വ കൊടുക്കൂല. എത്ര വലിയ പണ്ഡിതന്മാരൊന്നുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോടാണെങ്കിലോ എന്തെല്ലാം മസാലകളാ ചോദിക്കാൻ വരുന്നത്. ഒരവസരത്തിൽ ഒരു പെണ്ണുങ്ങൾ മരിച്ചുപോയി. ആ പെണ്ണുങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ കൈ മയ്യത്തിന്റെ ഗുഹ്യ ഭാഗത്ത് ഒറ്റപ്പിടിച്ചു. കൈയെടുക്കാൻ വരുന്നില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മളൊക്കെ മയ്യത്ത് കുളിപ്പിക്കാറില്ലേ? എല്ലാ നാടുകളിലും 1-2 ആൾ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുണ്ടാവും. ആ നാട്ടിലെ വലിയ സ്ഥാനം ഉണ്ടാവും അവർക്ക്, കാലിയാർമാരെ പോലെ കബർ കുഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ നാട്ടിൽ അവരെ കഴിഞ്ഞാൽ വേറാരും കബർ കുഴിക്കാണ്ടാവില്ല ചിലപ്പോൾ. ഇന്നൊക്കെ ഞാൻ മിഞ്ഞാന്നൊരു സദസ്സിൽ പറഞ്ഞു, ഇന്നല്ല പഴയ ആ പാരമ്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പള്ളിയിലെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിരുന്നതായ കാര്യങ്ങളൊക്കെ ഇന്ന് വിവരമില്ലാത്ത ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. പണ്ഡിതന്മാരെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദുനിയാവിന്റെ അധപ്പതനത്തിനത് കാരണമാണ്. ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി നല്ല ദിവസം നോക്കും. പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് അവർ നിർദ്ദേശിക്കും ആ ദിവസത്തിൽ നിക്കാഹ് ഫിക്സ് ആക്കും. എന്നാ ഇന്ന് നിക്കാഹ് ഫിക്സ് ആക്കുന്നത് ഹാളിന്റെ മാനേജറാണ്. അദ്ദേഹത്തിന് ആദ്യം വിളിച്ചു ചോദിക്കും, ഡേറ്റ് ഉണ്ടോ? പ്രസംഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചത്, ഉസ്താദേ മുന്നിപ്പാടിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഒരു ദിവസം ഡേറ്റ് ഉണ്ടോ? അങ്ങനെ ഹാളിന്റെ മാനേജറിനോട് ചോദിക്കും, ഒരു ദിവസം ഡേറ്റ് കിട്ടുമോ? ഇല്ല ഡേറ്റ് ഒന്നും ഇല്ല, ഏപ്രിലൊന്നും തരാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ കാല് പിടിച്ചിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് ഒരു ദിവസം ഒപ്പിച്ചു. എന്നിട്ട് ഉസ്താദ് നമ്മളുടെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എൻഗേജ്മെന്റ് ഉണ്ട്, ദ്വാരക്കാൻ വരണം, സമയം നമ്മൾ നോക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്, ആ ദിവസം നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി, അത്രമാത്രം ബർക്കത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നിശ്ചയിച്ചതാര്? ഹാളിന്റെ മാനേജർ. അതുപോലെ ഒരു മയ്യിത്ത്, ഒരു നാട്ടിലൊരു മരണം സംഭവിച്ചാൽ ഇസ്ലാമിന്റെ രീതി എന്താണ്? എത്രയും പെട്ടെന്ന് ആ മയ്യിത്ത് മറവ് ചെയ്യുക എന്നുള്ളത്. ഒരാൾ മരിച്ചാൽ എത്ര പെട്ടെന്ന് നേരത്തെ കഴിയുന്നുണ്ട് അത്രമാത്രം നേരത്തെ ആ മയ്യത്തിന് മറവ് ചെയ്യൽ നല്ലതാണ്. എന്നാൽ നമ്മൾ ഇന്ന് മയ്യത്ത് മറവ് ചെയ്യുന്നത് കബർ കുഴിക്കുന്ന ആളോട് ചോദിക്കും, ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ പറയും, എന്നാ നാളെ ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്താൽ മതി, 2 മണിക്ക് കബർ ശരിയാക്കി തരാം. ജീപ്പിൽ പറഞ്ഞുകൊണ്ട് പോയി. ഫുട്ബോളിന്റെ മാച്ച് അനൗൺസ് ചെയ്യുന്നത് പോലെ 2 മണിക്ക് മയ്യത്ത് എടുക്കുന്നതാണ്, 1 മണിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്ന നാട്ടുകാർ അറിയുക. ഇതെവിടുന്ന് വന്നു ഈ പാരമ്പര്യം? മയ്യത്ത് എത്രയും പെട്ടെന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളി അടിച്ചു വാറുന്ന ഒരു സ്ത്രീ, മദീനത്തെ പരിശുദ്ധമായ പള്ളി അടിച്ചു വാറുന്ന ഒരു സ്ത്രീ തലേ ദിവസം റസൂലുള്ളാഹി തങ്ങൾ കണ്ടിട്ടുണ്ട്, പിറ്റേ ദിവസം കാണുന്നില്ല. തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ എവിടെ പോയി ആ പെണ്ണ്, എവിടെ പോയി ആ സഹോദരി? സ്വഹാബത്ത് പറഞ്ഞു, നബി ഇനി ഒരിക്കലും മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗം അടിച്ചു വാരാൻ ആ സ്ത്രീ വരൂല നബിയെ. എന്ത് സ്വഹാബ? ആ പെണ്ണുങ്ങൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി, നമ്മൾ ഖബറടക്കി നബിയെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, സ്വഹാബ നിങ്ങൾ എന്തേ എന്നെ ഒന്ന് അറിയിക്കാതെ, നിങ്ങൾ എന്തേ എന്നെ ഒന്ന് അറിയിക്കാത്തത്? മദീനത്തെ പള്ളിയുടെ ഇമാം, ഭരണാധികാരി, ഖാദി, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് അറിയിച്ചിട്ടില്ല. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ പാതിരാ രാത്രിക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല നബിയെ, ഞങ്ങളുടെ മനസ്സതിന് സമ്മതിച്ചില്ല നബിയെ. പാതിരാ രാത്രിക്ക് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചടങ്ങീർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല നബിയെ. പകരം ആ മയ്യത്തിനെ രാവിലെ വരെ വെച്ചാൽ മതിയായിരുന്നു. സുബഹി നിസ്കാരത്തിൽ മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വരുന്ന നേതാവ് അല്ലാഹുവിന്റെ റസൂൽ ആ മരണം സംഭവിച്ച വിവരം നേരത്തെ സുബഹിക്ക് വന്നാൽ അറിയുമായിരുന്നു. പക്ഷേ സുബഹി വരെ നമ്മൾ നീട്ടിയില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മയ്യത്തിന് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക എന്നുള്ളത് മരണം ഉറപ്പായാൽ. അതുകൊണ്ട് നമ്മൾ പാതിരാ രാത്രിക്ക് തന്നെ മറവ് ചെയ്തു നബിയെ. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി പോലും മയ്യത്തിനെ സ്വഹാബത്ത് ബന്ധിച്ചില്ല. അതാ മഹാന്മാരുടെ പാത. ആ രീതി സ്വീകരിക്കലാ നമ്മുടെ മഹാന്മാരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബ മയ്യത്തിന്റെ ഖബർ എനിക്ക് കാണിച്ചു തരുമോ? സ്വഹാബത്ത് കൊണ്ടുപോയി ഖബർസ്ഥാനിൽ കാണിച്ചു കൊടുത്തു, നബി ഈ ഖബറാണ് നബി ഇന്നലെ രാത്രി മറവ് ചെയ്തത്. ഹബീബായ തങ്ങൾ ആ ഖബറിന്റെ മേലെ നിന്ന് നമസ്കരിച്ചു. ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ലോകത്തിന്റെ നേതാവ് സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബ ഈ ഖബറാടികളൊക്കെ ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടിരുന്നു, എന്റെ ഒരൊറ്റ നിസ്കാരം കൊണ്ട് ഈ എല്ലാ ഖബറുകളെയും അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുത്തു.
എന്റെ ഒരൊറ്റ നിസ്കാരം കൊണ്ട് ഈ ഖബറാളികളെയൊക്കെ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ളതായ ദുആയും അങ്ങനെയുള്ളതായ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും സ്വഹാബത്ത് മയ്യത്തിനെ പിന്തിച്ചില്ല, താമസിപ്പിച്ചില്ല. നമ്മൾ എന്താ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം വാപ്പയുടെ മയ്യത്ത്, ഉമ്മയുടെ മയ്യത്ത് അവസാനം ഫ്രീസറിന്റെ അകത്ത് വെച്ച്, ഫ്രിഡ്ജിൽ വെച്ച് നമ്മളെ ഇറച്ചി മീനൊക്കെ കേടാകാത്ത വിധത്തിൽ സൂക്ഷിക്കുന്നത് പോലെ, കേടാകാത്ത വിധത്തിൽ സൂക്ഷിക്കുന്നത് പോലെ വാപ്പായുടെ ഉമ്മയുടെ മയ്യത്ത് ഫ്രീസറിന്റെ അകത്ത് വെച്ച് കാത്തു സൂക്ഷിക്കല മക്കൾക്ക് വേണ്ടി. മോനല്ലേ അവസാനത്തൊരു നോക്കല്ലേ കണ്ടോട്ട്. സുബ്ഹാനല്ലാഹ്, പറ്റൂ? ഒരു മയ്യത്തിനെ ഫ്രീസറിന്റെ അകത്ത് വെക്കാൻ പറ്റൂ? ഹയാത്തിലുള്ള ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി മയ്യത്തിനോട് നമ്മൾ ചെയ്യാൻ പാടില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പ്രത്യേകമായ ചില കൽപ്പനകളൊക്കെ ഉണ്ട്. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ വിശ്വസ്തനായിരിക്കണം, അമീനായിരിക്കണം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങളുടെ പാദം പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. മയ്യത്ത് കുളിപ്പിക്കുന്നവന് വിശ്വസ്തനായിരിക്കണം. നേരെ കുളിപ്പിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ എങ്ങനെ വിശ്വസ്തനാകും? മയ്യത്തിന്റെ ഔറത്ത് നോക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ വിശ്വസ്തനാകും? മയ്യത്ത് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ കുളിപ്പിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ അവന്റെ അറിവ് വെച്ച് കുളിപ്പിക്കുന്നു, ഞാൻ നല്ല കുളിപ്പിക്കാൻ അറിയുന്നവരെന്ന് പറയുന്നു. കളവ് പറയുന്ന മനുഷ്യൻ എങ്ങനെ വിശ്വസ്തനാകും, അമീനാകും? മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം വന്നു. ഇമാം മാലിക് തങ്ങളെ, ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈ ആ മയ്യത്തിന്റെ ഗുഹ്യ ഭാഗത്തിൽ ഒറ്റപിടിച്ചിട്ടുണ്ട്, എടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മയ്യത്തിന്റെ കൈ മുറിക്കണോ അഥവാ മയ്യത്തിന്റെ ഗുഹ്യ ഭാഗം മുറിച്ചെടുക്കണോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇല്ല, രണ്ടും പാടില്ല. മയ്യത്തിന്റെ ഗുഹ്യഭാഗം മുറിക്കാൻ പാടില്ല. ഗുഹ്യഭാഗം പോയിട്ട് മയ്യത്തിനെ നഖം മുറിക്കാൻ പാടുണ്ടോ? കറാഹത്തല്ലേ. മയ്യത്തിനെ നഖം മുറിക്കാൻ പാടില്ല, മയ്യത്തിന്റെ മുടി വെട്ടാൻ പാടില്ല. മയ്യത്തിന്റെ മുടി കൊഴിഞ്ഞു പോയാലും, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുടി കൊഴിഞ്ഞു പോയാൽ ആ മുടിയെ ദഫൻ ചെയ്യൽ നിർബന്ധമാണ്. ആ മുടിയെ മറമാടൽ നിർബന്ധമാണ്. ആ മുടിയെ ആ മയ്യത്തിന്റെ കഫൻ തുണിന്റെ ഇടയിൽ തന്നെ വെച്ച് കൊടുക്കൽ സുന്നത്തും കൂടിയാ. കഫൻ തുണിന്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അതിന് കുഴിച്ചു മൂടൽ നിർബന്ധം. മുടി എടുക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. പിന്നെ മയ്യത്തിന്റെ ഗുഹ്യഭാഗം എങ്ങനെ മുറിക്കും? കുളിപ്പിക്കുന്നവരുടെ കൈ മുറിക്കാൻ പറ്റുമോ? രണ്ടും പറ്റൂല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കുളിപ്പിക്കുന്ന ആളെ 80 അടിയടിച്ചാൽ മതി. കുളിപ്പിക്കുന്ന പെണ്ണിനെ 80 അടിയടിച്ചാൽ മതി. അവർ അത്ഭുതപ്പെട്ടു. 80ാമത്തെ അടിയിൽ പറഞ്ഞതുപോലെ ചെയ്തു. 80ാമത്തെ അടിയിൽ കൈയൊക്കെ തിരിച്ചുപോയി. അതിന്റെ സിററിയാൻ, രഹസ്യമറിയാൻ അവർ ചോദിച്ചപ്പോൾ മനസ്സിലായത്, ആ കുളിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത്, മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം കഴുകുന്ന സമയത്ത് മനസ്സിലങ്ങ് വിചാരിച്ചു പോയത്രേ, ഈ മയ്യത്ത് ഈ ഗുഹ്യഭാഗം കൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും ദുനിയാവിൽ. അത് പറയുമ്പോഴാ കൈ ഒട്ടിപ്പിടിച്ചത്. യഥാർത്ഥത്തിൽ ആ മയ്യത്ത് നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങളുടേതായിരുന്നു. മയ്യത്ത് കുടിപ്പിച്ച പെണ്ണുങ്ങൾ വേണ്ടാത്തതായ ഖദ്ഫ് വിചാരിച്ചപ്പോൾ കൈ ഒറ്റുപിടിച്ചു. വ്യഭിചാരത്തിന്റെ ആരോപണം ചെയ്താൽ അവരെ ശിക്ഷിക്കണ്ടേ? സൂറത്തു നൂറിലൂടെ അള്ളാഹു പറയുന്നില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മേലെ ഒരു ആരോപണം വന്നപ്പോൾ ആ കള്ള ആരോപണം ചെയ്ത, വ്യഭിചാരത്തിന്റെ ആരോപണം ചുമത്തിയവരെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു തന്നില്ല അല്ലാഹു. അതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിനോട് ഒരു മസ്അല ചോദിച്ചു. എന്താ മസ്അല? ഒരു പെണ്ണിന് 2 മുഖമുണ്ട്. ഒരു പെണ്ണുകുഞ്ഞിക്ക് 2 മുഖമുണ്ട്. ആ മുഖമുള്ള പെണ്ണിനെ പറ്റൊരു മസ്അല ചോദിക്കാമെന്ന്. എന്തായിരിക്കും മസ്അല? 2 മുഖമുണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ ഉദു കൊടുക്കുന്ന സമയത്ത് 2 മുഖവും കഴുകണോ? അല്ലെങ്കിൽ ഒരു മുഖം കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് മുഖമാണ് കഴുകേണ്ടത്? അങ്ങനെ ഒറ്റപിടിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. കോൺജോയിന്റ് ട്വിൻസ് എന്ന ഇംഗ്ലീഷിൽ പറയൽ. ഇവിടെ കർണാടകയിൽ സയാമി അവളി എന്ന് പറയും. സയാമി അവളി മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. സയാമി ഒറ്റപിടിക്കുന്നത്. ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് ബലൂൺ പോലത്തെ സാധനമാണ്. അതിന്റെ അകത്ത് പുരുഷന്റെ ബീജാണുവും സ്ത്രീയുടെ അണ്ടാണും കൂടിയിട്ടാണ് കുഞ്ഞിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ആ കുഞ്ഞി വലുതാകുന്നതനുസരിച്ച് ഗർഭപാത്രം ആ ബലൂൺ ഇങ്ങനെ കാറ്റൂതിയതുപോലെ ഇങ്ങനെ വികസിച്ചുകൊണ്ട് പോകും. ഒന്നിലേറെ കുട്ടികളുണ്ടെങ്കിലും അതിന് മാത്രം വേണ്ടുന്ന തരത്തിൽ ഗർഭപാത്രം വികസിക്കും. അത് വികസിക്കാതിരിക്കുമ്പോഴാണ് ആ കുട്ടികൾ തമ്മിൽ ഒറ്റുപിടിക്കൽ. ആ ഒറ്റുപിടിക്കുന്ന സമയത്ത് പലതുമുണ്ട്, പലതരത്തിലും ഒറ്റുപിടിക്കുന്നതുണ്ട്. ഏതായാലും ഒരു കുഞ്ഞിക്ക് 2 മുഖമുണ്ട്. 6 പേരിലുള്ള മനുഷ്യന്മാരെ നമ്മൾ നോക്കിയിട്ടില്ല. അതുപോലെ 2 മുഖമുള്ള പെണ്ണ്. ആ പെണ്ണിനെ പറ്റി മസല ചോദിക്കാൻ വന്നപ്പോൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാതെ പറയാൻ കഴിയൂല. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആ പെണ്ണിന്റെ മുഖം നോക്കാതെ പറയാൻ കഴിയൂല.
അപ്പൊ അവർ പറഞ്ഞു എന്നാ പെണ്ണിനെ കൊണ്ടുവരാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു ഇല്ല, ആ പെണ്ണിന്റെ മുഖം ഹലാലാവാതെ നോക്കാൻ ഞാനില്ല, ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു. അത്യാവശ്യമായ ഒരു സമയത്ത് ഒരു പെണ്ണിന്റെ മുഖം നോക്കേണ്ടി വന്നപ്പോൾ മസ്അല പറയാൻ വേണ്ടി, ഒരു ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ ഇൽമിന്റെ ഉടമ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെട്ട തരത്തിലല്ലാതെ പെണ്ണിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കൂല. നിങ്ങൾ നോക്കൂ, ഒരു കല്യാണത്തിന്റെ വീട്ടിൽ പോയാൽ, ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പോയാൽ എത്ര പെണ്ണുങ്ങളുടെ മുഖം ഞങ്ങൾ നോക്കും, ഔറത്ത് നോക്കും, മുടി നോക്കും, ശരീരം നോക്കും. പെണ്ണുങ്ങളിന് എത്രയാ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിക്കുന്നത്. ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്. വെറും ഒരു കല്യാണമെന്ന് ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞത്, മറ്റേത് പരിപാടിയാണെങ്കിലും ഇങ്ങനെ തന്നെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു ഇല്ല, അല്ലാഹ് പൊരുത്തപ്പെട്ട തരത്തിലല്ലാതെ നോക്കാൻ ഞാനില്ല. അതാ മഹാന്മാരുടെ പാത. ആ പാത പിൻപറ്റിയവർ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ ഭയക്കണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു പെണ്ണിന്റെ മുഖം, എനിക്ക് ഹലാലല്ലാത്ത ഒരു പെണ്ണിന്റെ മുഖം, എനിക്ക് തൊട്ടാൽ ഉദു മുറിയാത്ത ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ ഞാനില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തലാണ് ആ മഹാന്മാരുടെ പാത പിൻപറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയിട്ടില്ലേ? ധാരാളം പണ്ഡിതന്മാർ. നിങ്ങൾ നോക്ക്, അവർ പള്ളിയിൽ നിന്നിറങ്ങിയാൽ, വീട്ടിൽ നിന്നിറങ്ങിയാൽ, ഒരു പരിപാടിയിൽ നിന്നിറങ്ങിയാൽ അവർ തലങ്ങനെ താത്തി ഭൂമി നോക്കി ഇങ്ങനെ നടക്കുന്ന എത്ര പണ്ഡിതന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര പണ്ഡിതന്മാർ ഭൂമി നോക്കി കാലിന്റെ അടിയിലേക്ക് നോക്കി നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തേ കാലിന്റെ അടിയിൽ നോക്കുന്നത്? എന്തെങ്കിലും തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയാണോ? അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖം കണ്ടുപോയാലോ എന്ന് ഭയന്നതിന്റെ പേരിലാണ്. ആ മഹാന്മാർ, ആ മഹത്തുക്കൾ നമ്മൾക്ക് മാതൃകമാണ്. ഇമാം ഷാഫി തങ്ങളോട് അവർ പറഞ്ഞു, എന്നാ നിങ്ങൾ ഹലാലല്ലാതെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ മസാല പറയേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ആ പെണ്ണിന് എനിക്ക് നിക്കാഹ് കഴിച്ചു തന്നു. പ്രായമായ പെണ്ണുകുട്ടിയാണ്, പ്രായപൂർത്തിയായ പെണ്ണുകുട്ടിയായിരിക്കും ഒരു വർഷം. ആ പെണ്ണുകുട്ടി എനിക്ക് നിങ്ങൾ നിക്കാഹ് കഴിച്ചു തന്നു. പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, 100 സ്വർണ്ണനാണ്യം മഹറായി തന്നാൽ ഞാൻ കെട്ടിച്ചു തരാം. 100 സ്വർണ്ണനാണ്യം അന്നത്തെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അധ്വാനിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് 100 സ്വർണ്ണനാണ്യം സമ്പാദിച്ചു. എന്നിട്ട് പെണ്ണിന്റെ വാപ്പയുടെ കയ്യിൽ കൊടുത്ത് നിക്കാഹ് നടന്നു. നിക്കാഹ് നടന്ന് നേരെ ആ പെണ്ണിന്റെ അരികിലേക്ക് പോയി ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഹലാലായ രൂപത്തിൽ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ത്വല്ലഖ്തുകി, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി. മോളെ, നിന്റെ മുഖം ഹലാലായ രൂപത്തിൽ നോക്കി മസ്അല പറയാൻ വേണ്ടിയാ നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ചത്. ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ വേണ്ടിയല്ല, നമുക്കൊരു സന്താനം ഉണ്ടാകാൻ വേണ്ടിയല്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന് കുടുംബ ജീവിതത്തിൽ ഇനിയും ഒരു വികസനം ഉണ്ടാക്കാൻ വേണ്ടി, ഇനിയും ഒരു ഭാര്യയെ കൊണ്ടു നടക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒരു മസ്അല പറയാൻ വേണ്ടിയാണ്. അതിന് അല്ലാഹു പൊരുത്തപ്പെടുന്ന തരത്തിൽ നിന്റെ മുഖത്തേക്ക് നോക്കി പറയാൻ വേണ്ടിയാ 100 സ്വർണ്ണനാണ്യം മഹർ തന്ന് നിന്നെ നിക്കാഹ് കഴിച്ചത്. നിന്റെ മുഖം നോക്കി മസ്അല ഇതാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ത്വലാഖ് ചൊല്ലി പിരിഞ്ഞു. മഹറിന്റെ പകുതി തിരിച്ചു വാങ്ങാം. നിക്കാഹ് കഴിഞ്ഞ് വീട്ടുകൂടുന്നതിന് മുമ്പ് പുരുഷന്റെ ഭാഗത്തിൽ നിന്നുള്ള കാരണം കൊണ്ട് ത്വലാഖ് സംഭവിച്ചാൽ, നിക്കാഹ് കഴിഞ്ഞ് വീട്ടുകൂടുന്നതിന് മുമ്പ് പുരുഷനാണ് ത്വലാഖ് പറഞ്ഞതെങ്കിൽ മഹറിന്റെ പകുതി പെണ്ണിന് കൊടുത്ത് പകുതി തിരിച്ചു വാങ്ങാവുന്നതാണ്. നിക്കാഹ് കഴിഞ്ഞ് വീട്ടുകൂടുന്നതിന് മുമ്പ് പുരുഷൻ സ്ത്രീയെ ഫസ്ഖ് ചെയ്യുകയോ പെണ്ണ് പുരുഷനെ ഫസ്ഖ് ചെയ്യുകയോ ചെയ്താൽ മഹർ തേച്ചും പുരുഷനെ തിരിച്ചു വാങ്ങാവുന്നതാണ്. മഹർ കൊടുത്തതിന്റെ ശേഷം വീട്ടു കൂടിയതിന്റെ ശേഷം ആരെ വേണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണ് ഒളിച്ചോടിയാലും എന്തായാലും മഹർ തേച്ചും പെണ്ണിന് തന്നെ. ഇതുമായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് പകുതി മഹർ തിരിച്ച് വാങ്ങാൻ പറ്റുന്ന സാഹചര്യമായി ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, മഹറിന്റെ പകുതി എനിക്ക് വേണ്ട, തേച്ചും ഞാൻ നിങ്ങൾക്ക് ഹദിയ ചെയ്തു. മസ്അല പറഞ്ഞു കൊടുത്തു. അള്ളാഹു പൊരുത്തപ്പെട്ട തരത്തിൽ ആ പെണ്ണിന്റെ മുഖം നോക്കി. അതാ മഹാന്മാരുടെ വാദം. നമ്മൾ ഇന്ന് നോക്കുക, ഔറത്ത് കാണിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണിന് മടിയുണ്ട്. നിന്റെ മുഖം ഔറത്തല്ലേ, നിന്റെ മുടി ഔറത്തല്ലേ, നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം അള്ളാഹു നിനക്ക് നൽകിയത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ. മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഈ ലോകത്തിന്റെ നേതാവാകുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയാണ്. 28ഓ 29ഓ വയസ്സിന്റെ ഇടയിൽ വഫാത്തായ പെണ്ണാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം 6 മാസം കഴിയുമ്പോഴാ ഫാത്തിമ ബീവിയുടെ മരണം സംഭവിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലി ഇബ്നു അബീ ത്വാലിബ്
റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് പറയുകയാണ്, അലിയേ ഞാനിതാ മരിക്കാൻ പോകുന്നു, എന്റെ ശരീരത്തിൽ വല്ലാത്ത വേദന അനുഭവിക്കുന്നു, മരണത്തിന്റെ വേദന എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്, ഫാത്തിമ എനിക്ക് ശേഷം എന്റെ വഫാത്തിന്റെ ശേഷം ആദ്യമായി എന്നെ കണ്ടുമുട്ടുന്നത് നീയാണ് ഫാത്തിമ. മദീനത്തെ നേതാവിന്റെ മരണത്തിന്റെ ശേഷം രണ്ടാമത്തെ ഒരിടം മദീനയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതെന്റെ മകൾ ഫാത്തിമയുടെ മരണമാണ്. മരണത്തിന്റെ തൊട്ടു മുമ്പ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് പറയുകയാണ്, അലിയേ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണേ അലിയേ. സുബ്ഹാനല്ലാഹ്, ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്, ഭർത്താവിന്റെ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്. ഒരു പുരുഷൻ മരണപ്പെട്ടാൽ ആ പുരുഷന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യങ്ങൾ പുരുഷന്മാർക്ക് ഏറ്റെടുക്കൽ നല്ലതാ, പെണ്ണിന്റെ മയ്യത്താകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഏറ്റെടുക്കാൻ നല്ലതാണ്. എന്നാൽ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്ക് കുളിപ്പിക്കാവുന്നതാണ്, ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിനും കുളിപ്പിക്കാവുന്നതാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ വസിയത്ത് ചെയ്യുകയാ, അലിയേ എന്റെ മയ്യത്ത് നിങ്ങളൊന്ന് കുളിപ്പിച്ചു തരണേ. രണ്ടാമത് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പാതിരാത്രിക്ക് എന്നെ കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യണേ അലിയേ. പാതിരാത്രിക്ക് എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണേ. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ മോളെ നിന്നെ ഞാൻ കുളിപ്പിക്കണമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിന്റെ ശരീരം അല്ലാഹു നിനക്ക് നൽകിയതായ സൗന്ദര്യവും ശരീരമുണ്ടല്ലോ, അത് എനിക്കല്ലാതെ മറ്റുള്ളവർക്ക് ഹലാലല്ല, അതുകൊണ്ടാ നീ എന്നോട് കുളിപ്പിക്കാൻ വസിയത്ത് ചെയ്തത്. എന്നാൽ പാതിരാത്രിക്ക് മറവ് ചെയ്യാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു കൊടുക്കുകയാ, അലിയേ ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫന ചെയ്ത് കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുമല്ലോ, എന്നിട്ട് മദീനത്തെ പള്ളിയിൽ എന്റെ ജനാസ നമസ്കരിക്കുമല്ലോ, എന്നിട്ട് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി ഖബർസ്ഥാനത്ത് എനിക്ക് വേണ്ടി കുടിച്ചു വെച്ചതായ ഖബറിന്റെ പരിസരത്ത് കട്ടിൽ വെച്ചുകൊണ്ട് ആ കട്ടിലിൽ നിന്ന് മയ്യത്തെടുത്ത് ഖബറിന്റെ അകത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ കഫന ചെയ്യപ്പെട്ട എന്റെ ശരീരം ഖബറിന്റെ ചുറ്റുഭാഗത്തുള്ള സ്വഹാബത്തിന് കാണുമല്ലോ, ഖബറിന്റെ ചുറ്റുഭാഗത്തുള്ള സ്വഹാബത്തിന് കഫന ചെയ്യപ്പെട്ട എന്റെ ശരീരം കാണുമല്ലോ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ശരീരം മറ്റുള്ളവർ കാണുന്നതിന് എനിക്ക് വെറുപ്പാണ് അലിയേ. കഫൻ ചെയ്യപ്പെട്ട നിലയിലാണെങ്കിലും എന്റെ ശരീരം പുരുഷന്മാർ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പാതിരാത്രിക്ക് എന്നെ മറവ് ചെയ്യുകയാണെങ്കിൽ, പാതിരാത്രിക്ക് കൊണ്ടുപോയി മറവ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്റെ ശരീരം മയ്യത്ത് കട്ടിലിൽ നിന്നെടുത്ത് താഴെയുള്ളവരുടെ കയ്യിലങ്ങ് കൊടുക്കുമ്പോൾ ഇരുട്ടായതുകൊണ്ട് സ്വഹാബത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഫാത്തിമാന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ സ്വഹാബത്തിന് ഇരുട്ടിന്റെ മറവിൽ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പാതിരാത്രിക്ക് എന്നെ മറവ് ചെയ്യണേ. മുന്നിപ്പാടിയിൽ എന്റെ വാത് കേൾക്കാവുന്ന ഈമാനുള്ള സഹോദരിമാരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ നാട്ടിലുള്ള മുദരിസ് ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങളിലായി ദർസ് നടത്തുന്ന മുദരിസ് ഉണ്ടല്ലോ, ഇവിടെ എത്ര മയ്യത്തിനാ ജനാസ നമസ്കരിച്ചത്, ഇവിടെ എത്ര മയ്യത്ത് നിസ്കാരത്തിനാ നേതൃത്വം കൊടുത്തത്. ഈ സദസ്സിന്റെ ചുറ്റുഭാഗത്ത് കിടന്നുറങ്ങുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഈ സദസ്സിന്റെ ചുറ്റുഭാഗത്ത് മരണപ്പെട്ട് കബറടക്കപ്പെട്ട ഈമാനുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, ഈമാനുള്ള പുരുഷന്മാരുണ്ടല്ലോ, അവരുടെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഈ പള്ളിക്കകത്ത് കൊണ്ടുപോയി നമസ്കരിച്ചത് എങ്ങനെയെന്നറിയുമോ? അതാ ഒരു പുരുഷന്റെ മയ്യത്താണെങ്കിൽ ആ കട്ടിലിന്റെ അകത്ത് കഫൻ ചെയ്യപ്പെട്ട നിലയിൽ കിടത്തിയത് പുരുഷന്റെ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന്റെ തലഭാഗത്ത് നിങ്ങളുടെ ഇമാമു മുദരിസ് ഇമാമു നിൽക്കുന്നു. മയ്യത്ത് കഫൻ ആ
മയ്യത്ത് കട്ടിലിന്റെ അകത്ത് കിടത്തിയതായ മയ്യത്തുണ്ടല്ലോ, അത് പുരുഷന്റേതാണെങ്കിൽ മയ്യത്തിന്റെ തലഭാഗത്ത് ഇമാമ നിൽക്കുന്നു. അതേ സമയത്ത് മുന്നിപ്പാടിയിലെ ഏതെങ്കിലും ഒരു സഹോദരിയുടെ മയ്യത്താണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ദർസ് നടത്തുന്ന മുദരിസ് ഇമാമത്ത് നിൽക്കുന്നത് എവിടെയെന്നറിയുമോ? ആ മയ്യത്തിന്റെ മധ്യഭാഗത്തിലാണ്. പുരുഷന്മാരുടെ തലഭാഗത്ത് ഇമാമ നിൽക്കുന്ന അതേ മുദരിസ് ഉസ്താദ് മയ്യത്ത് നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെതാണെങ്കിൽ മധ്യഭാഗത്ത് നിൽക്കുന്നതാ. എന്തിനാണ് ഈ വേർതിരിവെന്നറിയുമോ? പെണ്ണ് നീ കഫൻ ചെയ്യപ്പെട്ട നിലയിൽ കട്ടിലിന്റെ അകത്ത് കിടത്തപ്പെട്ടവളാ, എന്നിട്ട് കട്ടില് തുണി കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നീ കിടന്ന സ്ഥലമുണ്ടല്ലോ, നീ കിടന്ന കട്ടിലുണ്ടല്ലോ, പിന്നിലുള്ളവർക്ക് മറയാകാൻ വേണ്ടിയാണ്. നീ കിടന്ന സ്ഥലം പിന്നിലുള്ളവർക്ക് മറക്കാൻ വേണ്ടിയാണ്. നീ കിടന്ന സ്ഥലം നിന്നെ കഫൻ ചെയ്യപ്പെട്ട നിലയിൽ കട്ടിലിന്റെ അകത്ത് വെച്ചുകൊണ്ട് തുണി മൂടപ്പെട്ടതായ സ്ഥലം പോലും ഇസ്ലാം സംരക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ ഹയാത്തിലുള്ള സമയത്ത് എങ്ങനെയാണ് പെണ്ണ് ഔറത്ത് തുറന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പലരുടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോകാനാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതെങ്കിൽ എന്റെ ഈമാനുള്ള പെങ്ങള് മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ ചെറിയ വീടാണല്ലോ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തുള്ളതായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീടാ. ആ വീട്ടിന്റെ അകത്താണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖബർ കുടിച്ചത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ റൂമിന്റെ അകത്താ റസൂലുള്ളാഹി തങ്ങൾക്ക് ഖബർ കുടിച്ചത്. എന്തിനെന്നറിയുമോ? സ്വഹാബത്തിന്റെ ഇടയിൽ ചർച്ച വന്നുപോയി. റസൂലുള്ളാഹി തങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ മറവ് ചെയ്യണം, ഹബീബായ തങ്ങൾക്കുള്ള ശറഫാക്കപ്പെട്ട ഖബറുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബക്കാരെ മറവ് ചെയ്ത സ്ഥലത്തിൽ വെച്ച് കുടിക്കണമെന്ന് സ്വഹാബത്ത് തർക്കം പിടിച്ചു. സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഈമാനിന്റെ ഉടമ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളെ പറയുകയാ, ഇല്ല സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രവാചകൻ ഏത് മണ്ണിലാണോ കിടന്നുറങ്ങേണ്ടത്, ഏത് സ്ഥലത്താണോ ഖബർ കുടിക്കപ്പെടേണ്ടത്, അതേ സ്ഥലത്ത് വെച്ച് അല്ലാഹു റൂഹ് പിടിപ്പിക്കുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചത് എവിടെയാണ് സ്വഹാബ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിന്റെ അകത്തുള്ള റൂമിലാണല്ലോ. എന്നാൽ അതേ വീട്ടിന്റെ അകത്തുള്ള റൂമിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ കുടിക്കലാണ് വേണ്ടത് സ്വഹാബ. അവിടെ ഖബർ കുടിച്ചു. റസൂലുള്ളാഹി തങ്ങൾക്ക് റൗദ ശരീഫ് നിർമ്മിക്കപ്പെട്ടു. എന്നിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വഫാത്താകുന്നു. അവിടുത്തെ പ്രത്യേകമായ വസിയത്ത് അനുസരിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ റൗദ ശരീഫിന്റെ അരികിൽ ഖബറടക്കപ്പെടുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ ചെറിയ വീട്, ആ ചെറിയ വീട്ടിന്റെ അകത്തുള്ള ചെറിയ ഒരു അറയുണ്ടല്ലോ, റൂമുണ്ടല്ലോ, റൂമിന്റെ അകത്ത് 2 ഖബറുകളാണ്. ലോകത്തെ നേതാവ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ ഭർത്താവാകുന്ന റസൂലുള്ളാഹി തങ്ങളാ മറ്റൊരു ഖബർ സ്വന്തം വാപ്പയുടെ ഖബറാണ്. പിന്നെയും അവിടെ ഒരു ഖബർ കുടിക്കാനുള്ള ചെറിയ ഒരു സ്ഥലം ബാക്കിയുണ്ട്. ആയിഷ ബീവിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, ഞാൻ മരിച്ചാൽ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ എന്റെ വാപ്പാന്റെ അരികിൽ കിടന്നുറങ്ങണമെന്ന വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷേ 2ാമത്തെ ഖലീഫയായ ഭരണം ഏറ്റെടുത്ത ഖത്താബിന്റെ മകൻ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മിഹ്റാബിൽ കയറുമ്പോൾ പാതിരാത്രി ഇരുട്ടിന്റെ മറവിൽ ഒലിച്ചിരുന്ന അബൂ ലുഅ്ലുഅത്ത് എന്ന തീ ആരാധിക്കുന്ന മജൂസിയുണ്ടല്ലോ, വിഷം പുരട്ടിയതായ കത്തി കൊണ്ട് ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുത്തിയതിന്റെ പേരിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഷഹീദായി മരിക്കുന്നു. മരിക്കുന്ന മുമ്പ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ആഗ്രഹമാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എന്റെ കൂട്ടുകാരന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ അവിടെയുള്ള സ്ഥലത്തിൽ എന്റെ ഖബർ വെക്കാൻ വേണ്ടി സമ്മതം നൽകുമോ? പക്ഷേ ആ സ്ഥലം മാറ്റിവെച്ചത് ആയിഷ ബീവിയുടെ സ്വന്തം ശരീരത്തിന് ഖബറടക്കപ്പെടാൻ വേണ്ടിയാ. എന്നാൽ
എന്നാൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സ്ഥലം അങ്ങ് വിട്ടുകൊടുക്കുന്നു. എന്തൊരു ത്യാഗമാണ് ഈമാനുള്ളവരെ! സ്വന്തം ഖബറടക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ കൂടെ കിടക്കണമെന്ന ആഗ്രഹം വെച്ച് ജീവിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സ്വന്തം വാപ്പയുടെ ഖബറടക്കപ്പെട്ടതിന്റെ ശേഷം ഓരോ നിമിഷത്തിലും മനസ്സിലുള്ള ആഗ്രഹം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ വാപ്പാടെ അരികിൽ കിടക്കണമെന്നാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വേണ്ടി സ്ഥാനം വിട്ടുകൊടുക്കുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കിയപ്പോൾ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, അതാ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. മുന്നിപ്പാടിയിലെ വയത് കേൾക്കാവുന്ന ഈമാനുള്ള ഉമ്മമാരെ, കല്യാണത്തിന്റെ വീട്ടിൽ പോയി കൊണ്ട് ഔറത്ത് തുറന്ന് നടക്കാൻ മടിക്കുന്നില്ലല്ലോ. മറ്റെന്തെങ്കിലും ഒരു പരിപാടിയുടെ പേരില് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അല്ലാഹുവിനെ ഭയക്കുന്നില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, വല്ലാഹി സ്വഹാബ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കപ്പെട്ടതിന്റെ ശേഷം, ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിന്റെ അകത്തുള്ളതായ അറയുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സന്തോഷം കൊണ്ട് പങ്കിട്ടതായ റൂമുണ്ടല്ലോ, ഉമറുൽ ഫാറൂഖ് തങ്ങളെ മറവ് ചെയ്യപ്പെട്ടതിന്റെ ശേഷം എന്റെ ഔറത്ത് പൂർണ്ണമായിട്ടും മറച്ചിട്ടല്ലാതെ ആ റൂമിന്റെ അകത്ത് ഞാൻ കയറിയിട്ടേ ഇല്ല. റസൂലുള്ളാഹി തങ്ങളെ റൗള സിയാറത്ത് ചെയ്യാൻ പലപ്പോഴും ആ റൂമിന്റെ അകത്ത് കയറിയതാ. വാപ്പയുടെ ഖബറടക്കപ്പെട്ടതിന്റെ ശേഷം പലപ്പോഴും കയറിയതാ. എന്നാൽ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഖബറടക്കപ്പെട്ടതിന്റെ ശേഷം ആ വീട്ടിന്റെ റൂമിന്റെ അകത്ത് അന്യ പുരുഷനാകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജനാസ വന്നപ്പോൾ ആ റൂമിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്റെ ശരീരത്തിൽ എന്റെ ഔറത്ത് പൂർണ്ണമായി ഞാൻ മറച്ചിട്ടുണ്ട് സ്വഹാബ. വീട്ടിന്റെ അകത്ത് ഖബറടക്കപ്പെട്ട സ്വഹാബിയുടെ മുന്നിൽ പോകുമ്പോഴാ ഔറത്ത് മറച്ചതെങ്കിൽ എന്റെ ഈമാനുള്ള പെങ്ങളെ, മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ മഖബറ സിയാറത്ത് ചെയ്യാറുണ്ടല്ലോ. ഇന്ന് എത്ര മഖാമുകളിലാ പെണ്ണ് കാണാൻ പോകുന്നത്, എത്ര മഖാമുകളിലേക്കാ പെണ്ണ് കാണാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു ജീവിതത്തിൽ ആദ്യമായ ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി പോകുമ്പോൾ ആ പെണ്ണിനെ കാണാൻ പോകുന്നത് സ്വാലിഹീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബർക്കത്തുള്ള സ്ഥലത്തേക്കാണ്. അവിടെ വെച്ച് എല്ലാ തോന്നിയാസം നടത്തുന്നു. മുട്ടായി കൈമാറലും മൊബൈൽ കൊടുക്കലും, കല്യാണം കഴിക്കാത്ത നിനക്ക് ഹലാലല്ലാത്ത പെണ്ണിന്റെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കലും അവരുടെ കൈപിടിക്കലും മറ്റുള്ള തോന്നിയാസങ്ങളും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെട്ട മഹാന്മാർ കിടക്കുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലഅനത്തുണ്ട് പെങ്ങളെ. ആ മഹാന്മാരുടെ പൊറുത്തക്കേട് സംഭവിച്ചു പോകും കേട്ടോ. അവരുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല അതബോടുകൂടെ പോകേണ്ടത്. അവിടെ എന്തെങ്കിലും തോന്നിയാസം ചെയ്യാൻ വേണ്ടിയല്ല, പെണ്ണ് കാണാൻ വേണ്ടി പോകേണ്ട സ്ഥലമല്ല. അത്രമാത്രം വലിയ കറാമത്തിന് ഉടമ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, അത്രമാത്രം സൂക്ഷ്മത പുലർത്തി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ എത്രയോ 1000 പ്രാവശ്യം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായാൽ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം പോലെ എനിക്ക് തോന്നിയാൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. നേരെ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിനെടുത്ത് ചെല്ലും. അവിടെ ഇരുന്ന് ഞാൻ ദുആ ചെയ്യും. അവിടെ ഇരുന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഞാൻ ആ മഖാമിന്റെ പരിസരത്തിരുന്ന് ചെയ്ത അള്ളാഹുവിനോടുള്ള ദുആ ഒരിക്കലും അള്ളാഹു എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല, ഖായിബാക്കിയിട്ടില്ല. ആരാ പറയുന്നത്? ഔലിയാക്കന്മാരിലെ നേതാവ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അവർ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വാലിഹീങ്ങളുടെ മഖബറകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഈ മഹാന്റെ ഖബർ ഈ സ്ഥലത്ത് വന്നത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഖബർ ഉണ്ടാകാൻ വേണ്ടി നാട്ടുകാർ തമ്മിൽ പ്രശ്നമുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഞങ്ങളുടെ കുടുംബക്കാരെ മറവ് ചെയ്ത സ്ഥലത്താകണം, ഞങ്ങളുടെ നാട്ടിലാകണമെന്ന് സ്വഹാബത്ത് തമ്മിൽ തർക്കിച്ചു. ആ ബറക്കത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്. എന്നാൽ ഈ മുന്നിപ്പാടിയിലെ ഈ മാറുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് നിങ്ങൾ തർക്കം പിടിച്ചതിന്റെ പേരിലല്ല. അല്ലാഹു നിങ്ങളുടെ ഈ നാട് തെരഞ്ഞെടുത്തത് ഈ സ്വാലിഹായ അല്ലാഹുവിന്റെ വലിയ അന്ത്യവിശ്രമം കൊള്ളാൻ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത തൗഫീഖാണ്. ആ തൗഫീഖും അനുഗ്രഹം നിലനിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹു നിങ്ങൾക്ക് ആ നിഅമത്ത് അല്ലാഹു നിലനിർത്തട്ടെ.
ആ മഹാന്റെ പൊരുത്തമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു നിങ്ങളെ പെടുത്തട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ നാട് അല്ലാഹു ഖിയാമത്ത് നാൾ വരേക്കും ഇൽമിനെ സ്നേഹിക്കുന്ന, ഇൽമിനെ ആദരിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളിൽ അല്ലാഹു പെടുത്തട്ടെ. ഈ നാട്ടിലുള്ളതായ മുഅ്മിനീങ്ങളുടെ ഇസ്സത്തും അന്തസ്സും അല്ലാഹു നിലനിർത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എന്ത് പറയണ്ട, ഒന്ന് ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്നൊന്ന് ദ്വാ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് മുസാഫഹത്ത് ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. നല്ല മൈക്ക് മാഷാ അല്ലാഹ്, നല്ല ഓപ്പറേറ്റർ അല്ലാഹു അയാൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഇവിടെയുള്ള സംഘാടകന്മാർ, അങ്ങനെയുള്ള നല്ല മൈക്കിനെ ഒക്കെ തീരുമാനിക്കുന്ന സംഘാടകന്മാരാണല്ലോ, ഈ ഹലാവത്തുൽ ഈമാൻ ദഫ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരാണല്ലോ. അല്ലാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, കഷ്ടപ്പെട്ടവർ, ഓടി നടന്നവർ, അധ്വാനിച്ചവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് കവർ കൊടുക്കും. സ്ത്രീകളുടെ ഭാഗത്തേക്കൊക്കെ കവർ കിട്ടും. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് ബാത്തിഷ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നല്ല ഒരു സംഖ്യ തുക നാളെ റാത്തീബ് നടക്കുമ്പോൾ ആ ഇമാം ബഹുമാനപ്പെട്ട അശ്ശൈഖ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പേരിൽ നടക്കുന്ന റാത്തീബിന്റെ സദസ്സിൽ ആരംഭിക്കാൻ വേണ്ടി നല്ല നിയത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന നല്ലൊരു ഹദിയ കൊടുത്തേക്കുക. നമ്മൾ നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും മരിക്കും. എപ്പോൾ മരിക്കും നമുക്കറിയില്ല, പറയാനറിയില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മിഞ്ഞാന്ന് ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു മയ്യത്ത് നിസ്കരിച്ചു. ഒരു ഫൈസി ഉസ്താദിന് വേണ്ടി. കല്യാണം കഴിഞ്ഞ് വെറും 2 മാസമായത്. പെട്ടെന്ന് ഒരു ക്ഷീണം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണപ്പെട്ടു. നേരത്തെ ഒരു മാസം മുമ്പ് നിങ്ങൾക്കറിയാം ഈ പരിസരത്ത് മരണപ്പെട്ടു പോയ സിനാൻ ഫാദിലി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ഉസ്താദ്, കല്യാണം കഴിഞ്ഞ് 10 മാസമായതാ. അള്ളാഹു നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിന്റെ മുടി കളയാൻ വേണ്ടി വീട്ടിൽ വന്നു. മദ്രസയിൽ നിന്ന് ലീവ് എടുത്ത് കുഞ്ഞിന്റെ മുടി കളഞ്ഞു. 7ാമത്തെ ദിവസത്തിൽ മുടി കളഞ്ഞു. രാത്രി ബുറുദൊക്കെ വീട്ടിൽ സംഘടിപ്പിച്ചു, മജ്‌ലിസ് സംഘടിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ മദ്രസക്ക് വേണ്ടി ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് ബൈക്കിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സിനാൻ ഫാദിൽ ഉസ്താദിന്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമിക്കാനുള്ള സബർ അല്ലാഹു കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു ഖൈർ പകരം നൽകട്ടെ. ആമീൻ. ഈ മരണം നമുക്ക് എപ്പോഴാ വരിക എന്ന് പറയാനറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ നിങ്ങൾക്ക് മോശമായ മരണത്തിൽ നിന്ന് രക്ഷ വേണോ? ജനങ്ങൾ ഭയക്കുന്ന തരത്തിലുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടണോ? നിങ്ങൾക്ക് അല്ലാഹു റിസ്ഖിൽ വിശാലത ചെയ്യണോ? ദീർഘായുസ് വേണോ? ഇതാരാണ് ആഗ്രഹിക്കാത്തത്? എങ്കിലും സ്വഹാബ നിങ്ങൾ സ്വദഖ ചെയ്തോ. അല്ലാഹു സ്വദഖ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ പെടുത്തട്ടെ. ആമീൻ. എല്ലാവരും ഒരു 3 സ്വലാത്ത് പറയുക. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ദുആ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് മുസാഫഹത്ത് ചെയ്ത് നമുക്ക് പിരിയാം. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. الحمد لله.